Okay, let's start with the next section. Unit 2 in the last portion just missing 2.6 layers and anatomy of the cloud. അതായത് ക്ലൗഡിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, നമ്മളെല്ലാം സേവ് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം സേവ് ചെയ്യുന്ന ക്ലൗഡിലാണെന്നുള്ള കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ ഇന്നലെ വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ലെയർ അല്ലെ അനാട്ടമി എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാ. അതായത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് എ ക്ലൗഡ്. ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദി ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ക്ലൗഡ് എന്നുള്ളത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക. ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് എ ക്ലൗഡ് ഈസ് കോൾഡ് ക്ലൗഡ് അനാട്ടമി. ക്ലൗഡിന്റെ അനാട്ടമി എങ്ങനെയാണെന്ന് പറയുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കാം. ക്ലൗഡ് അനാട്ടമി ഡിഫർ ഫ്രം ആർക്കിടെക്ചർ. രണ്ടും രണ്ടാണ്, ആർക്കിടെക്ചറും അനാട്ടമി രണ്ടും രണ്ടാണ്. നമ്മൾ ആർക്കിടെക്ചർ കണ്ടു. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ, whereas architecture completely describes the communication technology on which it operates. Cloud architecture is a hierarchical structure of technology on which it defines and operates. അത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ നെക്സ്റ്റ് ഫിഗറിലോട്ട് 2.6.1 എന്നുള്ള ലെയേഴ്സ് ഓഫ് ക്ലൗഡ് അനാട്ടമി എന്നുള്ള ആ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് കരുതുന്നു. ക്ലൗഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 5 മെയിൻ എലമെന്റ്സ്. സാധാരണ 5 എലമെന്റ്സുകളാണുള്ളത്. അതായത് ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, പ്ലാറ്റ്ഫോം ലെയർ, ഇൻഫ്രാസ്ട്രക്ചർ ലെയർ, വെർച്വലൈസേഷൻ ലെയർ ആൻഡ് ലാസ്റ്റ് വൺ ഫിസിക്കൽ ഹാർഡ്വെയർ ലെയർ. അങ്ങനെ 5 ലെയറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു റെക്ടാങ്കിൾ ഇട്ട് ആപ്ലിക്കേഷൻ ലെയർ എന്ന് എഴുതിയേക്കുന്നുണ്ട്, അവിടെ വെബ് ആപ്ലിക്കേഷൻ എഴുതിയേക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഇപ്പം നെറ്റ് സ്യൂട്ടോ ഗൂഗിൾ സ്യൂട്ടോ അതൊക്കെയാണ് ഈ വെബ് ആപ്ലിക്കേഷനിൽ വരും. നമ്മളിപ്പോ ഇന്ന് യൂസ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റിങ്ങോ ഗോ ടു മീറ്റിങ്ങോ എന്ത് വേണമെങ്കിലും ആകാം, അതായിരിക്കും എന്ത് വെബ് ആപ്ലിക്കേഷനിൽ വരുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്നത്. OSI ലെയർ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയ കിട്ടും. അതായത് ഇവിടെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ് വർക്ക് ചെയ്യുന്നത്. SAS എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ച സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാല് പ്ലാറ്റ്ഫോം ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ദിസ് ലെയർ എക്സിസ്റ്റ് ബിലോ ദി ആപ്ലിക്കേഷൻ ലെയർ. അതിന്റെ തൊട്ട് താഴെ കാണുന്നതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പ്ലാറ്റ്ഫോംസ് ദോസ് ആർ പ്രൊവൈഡഡ് ഫോർ ദി എക്സിക്യൂഷൻ ഡെവലപ്പർ ആപ്ലിക്കേഷൻസ്. എന്ന് പറഞ്ഞാല് അവിടെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. PaaS ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. എന്താണ് PaaS എന്നല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതായത് ഒരു ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ എഞ്ചിനോ അല്ലെങ്കിൽ ക്ലൗഡ് ഫൗണ്ടറിയോ ഒക്കെ ആയിരിക്കാം ഇവിടെ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ലെയറിൽ വരുന്നത്. അതായത് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസും ഡാറ്റ മാനേജ്മെന്റ് ടൂൾസും ഒക്കെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഈ 3 ലെയറും വരുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ലെയറും വെർച്വലൈസേഷൻ ലെയറും ഫിസിക്കൽ മീൻസ് ഹാർഡ്വെയർ ലെയർ. ഇതും എല്ലാം വരുന്ന എവിടെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, IaaS ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ലെയർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബിലോ ഇത് പ്ലാറ്റ്ഫോം ലെയർ അതല്ലേ. പ്ലാറ്റ്ഫോം ലെയറിന്റെ അതായത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ തൊട്ട് ബിലോയിൽ കാണുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ലെയർ. അതായത് ഗൂഗിൾ കമ്പ്യൂട്ട് എഞ്ചിനോ അതുപോലെ വിൻഡോസ്, അഷുർ, ആമസോൺ വെബ് സർവീസുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഏത് വരും? അതെ, ആമസോൺ വെബ് സർവീസ് ഒക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്ന ലെയർ ആയിരിക്കും ഏത്? ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ആ ഒരു ലെയർ വരെ. അതായത് വി കമ്പ്യൂട്ടർ, വി സ്റ്റോറേജ്, വി നെറ്റ്വർക്ക്, അതായത് വെർച്വൽ കമ്പ്യൂട്ടർ, വെർച്വൽ നെറ്റ്വർക്ക്, വെർച്വൽ സ്റ്റോറേജ് ഒക്കെ അവിടെ ഉദ്ദേശിക്കുന്നത്. വെർച്വൽ എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൈറ്റൽ ടെക്നോളജി ദാറ്റ് അലോസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടു ഫംഗ്ഷൻ. ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? വെർച്വൽ രീതിയിലായിരിക്കും. വെർച്വലൈസേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വെർച്വൽ VMware യൂസ് ചെയ്തുകൊണ്ട്, വെർച്വൽ മെഷീൻ ഹൈപ്പർവൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഹാർഡ്വെയറിനും OSനും ഇടയ്ക്ക് കണ്ടന്റ് ഒക്കെ ഇടുന്നതിനാണ് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർവൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഏത് ലെയർ വരാം? വെർച്വലൈസേഷൻ ലെയർ വരാം. ലാസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ ഈസ് ദി ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് ദി ഫിസിക്കൽ ഹാർഡ്വെയർ ലെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെർവേഴ്സ്, നെറ്റ്വർക്ക് കമ്പോണൻസ്, ഡാറ്റാബേസ് ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ്. ദാറ്റ് ഈസ് ഡാറ്റാ സെന്റർ എവിടെയാണോ കാണുന്നത് അതായിരിക്കും ഫിസിക്കൽ ഹാർഡ്വെയർ ലെയർ എന്ന് പറയുന്നത്. ഡാറ്റാ സെന്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ജൂൺ 2023 ലേറ്റ് ആയിട്ട് കയറിയവരോടൊന്നുകൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അനാട്ടമി അവിടെ പറയേണ്ടത്.
അനാട്ടമി എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രക്ചറിനകത്ത് 5 മെയിൻ കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ ആണെന്ന് ഓർത്താൽ മതി. ആപ്ലിക്കേഷൻ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു, അതിന് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നു. അതായത് നമ്മൾ ഗൂഗിളിന്റെ ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തരുന്നു, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ തരുന്നു. ആ പ്ലാറ്റ്ഫോം നമ്മളിപ്പോ എനിക്ക് ആമസോണിൽ കയറിയ ഒരു കാര്യം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയ ഒരു കാര്യം സെർച്ച് ചെയ്യാനാണെങ്കിൽ ഉടനെ അത് ആമസോൺ വെബ് സർവീസ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയിരിക്കും എനിക്ക് അതിന് ഇൻഫ്രാസ്ട്രക്ചർ തരുന്നത്, അല്ലെ? അപ്പൊ ഞാൻ ഒരു വെബിൽ കയറുന്നു, ദെൻ എനിക്ക് ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ പോകുന്നു, അപ്പൊ അവരെനിക്ക് ഇൻഫ്രാസ്ട്രക്ചർ തരുന്നു. പിന്നെ നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ എവിടുന്ന് കിട്ടും? അത് വെർച്വൽ ആയിരിക്കും, അല്ലെ? വെർച്വലൈസേഷൻ ലെയർ, അതായത് അത് 3 ഇൻഫ്രാസ്ട്രക്ചർ ലെയറും വെർച്വലൈസേഷൻ ലെയറും ഫിസിക്കൽ ഹാർഡ്വെയർ ലെയറും കൂടെ കൂടിയതായിരിക്കും ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആ ഫിഗർ വരച്ച് ഇങ്ങനെ എക്സാമ്പിൾസും സർവീസസും എഴുതിക്കൊണ്ടായ IAS, PAS, SAS ലെഫ്റ്റ് സൈഡിലും എഴുതി, റൈറ്റ് സൈഡിൽ എക്സാമ്പിൾസും എഴുതി, ഈ ഒരു റെക്ടാങ്കിളിൽ ഇതൊന്ന് വരച്ച് ഈ 5 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തോണം. നെക്സ്റ്റ് 2.7 നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എങ്ങനെയായിരിക്കും നെറ്റ്വർക്ക് കണക്ടിവിറ്റി വരുന്നത്? അത് ഇന്റർ ക്ലൗഡും വരാം, ഇൻട്രാ ക്ലൗഡും വരാം, അത് പബ്ലിക്കും വരാം, പ്രൈവറ്റും വരാം. അതാണ് അവിടെ പറയുന്ന 4 പോയിന്റ്സ് കേട്ടോ. നെറ്റ്വർക്ക് അത് ഡിസംബർ 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. 2022 ഡിസംബറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും? അത് ഒന്നുകിൽ പബ്ലിക് ആകാം, പ്രൈവറ്റ് ആകാം. നമ്മൾ ഇന്നലെ പറഞ്ഞു പബ്ലിക്കും പ്രൈവറ്റും എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. അതുപോലെ അത് ഇന്ററും ആകാം, ഇൻട്രായും ആകാം. അപ്പം നോക്കിയേ, the cloud resources include server, storage, network bandwidth, and other computer equipments are distributed over numerous locations are linked via networks. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ ക്ലൗഡിലെ റീസോഴ്സസുകളെല്ലാം നമുക്ക് നെറ്റ്വർക്കുകൾ മുഖേന അല്ലെങ്കിൽ ഇന്റർനെറ്റ് മുഖേന ആക്സസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനകത്ത് കാണുന്ന കുറെ ഡിപ്ലോയ്മെന്റ് മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. They are following at the different types of network connectivity in cloud computing. അപ്പൊ ആ 4 കണക്ടിവിറ്റി ആണ് അതിനെ ഓർക്കുക. പബ്ലിക് ഇന്റർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ്, പ്രൈവറ്റ് ഇന്റർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ്. അപ്പൊ പബ്ലിക്കും പ്രൈവറ്റും 2 ടൈപ്പേ ഉള്ളൂ. അതിനകത്ത് 2 ഇന്റർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് ഉണ്ട്. പിന്നെയുള്ളത് പബ്ലിക് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിംഗും പ്രൈവറ്റ് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിംഗും. ആ ടൈം ഒക്കെ ഭയങ്കരമായിട്ട് എളുപ്പം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതായത് പബ്ലിക് ഇന്റർ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ customers may be able to connect it to public cloud over the internet. Some cloud providers can provide virtual private networks. Public cloud services bring up security issues which may be connected to the performance. അതായത് ഒന്നിലധികം പബ്ലിക് ക്ലൗഡ് സർവീസുകളെ ഒരൊറ്റ ആർക്കിടെക്ചറിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോഡലായത്. ഒന്നിലധികം പബ്ലിക് ക്ലൗഡുകൾ വരാം, അതിനകത്ത് നമുക്ക് ഒരൊറ്റ ആർക്കിടെക്ചറിൽ ചെയ്യുന്ന ഒരു മോഡലാണിത്. അതായത് ക്ലൗഡ്സ് ക്യാൻ യൂസ് ഈച്ച് അതേഴ്സ് റിസോഴ്സസ് ടു മീറ്റ് ക്ലയന്റ് റിക്വസ്റ്റ്, അല്ലെ? ക്ലയന്റ് റിക്വസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഓരോ റിസോഴ്സസും ആക്സസ് ചെയ്യാൻ പറ്റും. സിമിലർ ടു ഇന്റർനെറ്റ്, അതായത് ഇന്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ. പിന്നെ പറയുന്നത് പ്രൈവറ്റ് ഇന്റർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻ പ്രൈവറ്റ് ക്ലൗഡ് ദി ക്ലൗഡ് ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി വിതിൻ ആൻ ഓർഗനൈസേഷൻ പ്രിമിസസ്. അതായത് ഒരു ഓർഗനൈസേഷന് കീഴിലായിരിക്കും എന്നുള്ളത്. നമ്മളൊരു കമ്പനി നടത്തുവാണെങ്കിൽ നമുക്കറിയാം ആ ഒരു കമ്പനി തന്നെ നെറ്റ്വർക്കിംഗ് കാണും, ഇന്റർനെറ്റും കാണും. അത് ആ ഒരു കമ്പനി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അല്ലെ? അങ്ങനെയാണ്. അതായത് ക്ലൗഡ് ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഈസ് വിതിൻ ഓർഗനൈസേഷൻ പ്രിമിസസ്. ദി കണക്ടിവിറ്റി വിതിൻ ദി പ്രൈവറ്റ് ക്ലൗഡ് ഈസ് പ്രൊവൈഡഡ് ത്രൂ ഇന്റർനെറ്റ് VPN ഓർ VPN സർവീസ്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് VPN. ആ സർവീസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും പ്രൈവറ്റ് ഇന്റർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് വർക്ക് ചെയ്യുന്നത്. ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. ദർ വിൽ ബി ഓൺ ക്ലൗഡ്സ് ആർ ദെയർ. ആ ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള ക്ലൗഡുകൾ കാണും. അതായത് പ്രൈവറ്റ് ആയിട്ട് അത് നമ്മൾ വാങ്ങിച്ചു, ഞാൻ പറഞ്ഞില്ലേ പ്രൈവറ്റ് എന്ന് പറയാൻ നമ്മളൊരു കാർ വാങ്ങിച്ചാൽ നമ്മുടെ സ്വന്തമല്ലേ എന്ന് പറയുന്ന പോലെ ആ ഓർഗനൈസേഷൻ സ്വന്തമായിട്ട് ക്ലൗഡിൽ കുറെ സ്പേസ് ഇങ്ങനെ വാങ്ങിച്ചു, എന്നിട്ട് അവരുടെ പ്രോസസ്സുകളെല്ലാം അവിടെ നിർത്തുക എന്നുള്ളതാണ് പ്രൈവറ്റ് ഇന്റർ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് പബ്ലിക് ഇൻട്രാ ക്ലൗഡ് ഉണ്ട്. പബ്ലിക് ഇൻട്രാ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് ഈസ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇൻക്ലൂഡഡ് ഫോർ പബ്ലിക് ക്ലൗഡ് മോഡൽ. The cloud resources are geographically distributed to our data centers and providing those resources to end users via internet only. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ പറയുവാണെങ്കിൽ ഫയർവാൾ ഒക്കെ ഇല്ലേ, ഫയർവാളുകളൊക്കെ നമുക്ക് പബ്ലിക് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് ആണ് പറയാൻ പറ്റും. ഫയർവാൾ കൺസെപ്റ്റുകൾ നമ്മൾ ഇപ്പൊ ഒരു കോളേജ് ആയാലോ, എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അല്ലാത്ത കോളേജുകളൊക്കെ ആണെങ്കിലും അവരുടെ ഫെസിലിറ്റികളുടെ അവരുടെ സെർവറുകളും ഇതും ഡേറ്റ ഇപ്പൊ സ്റ്റുഡൻസ് പോർട്ടലിലൊക്കെ കയറി ചെയ്യണമെന്നുണ്ടെങ്കിലും
അല്ലെ? അവിടെ ഒരു ഫയർവാൾ കൺസെപ്റ്റ് ഉണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടി ഫയർവാൾ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഫയർവാൾ കൺസെപ്റ്റ് ഒക്കെ എവിടെ വരാം? പബ്ലിക് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിങ്ങിൽ വരാം. നമുക്ക് സെക്യൂർ ആയിട്ട് ക്ലൗഡ് റീസോഴ്സസ് ആക്സസ് ചെയ്യുന്നതാണ് നമ്മൾ പബ്ലിക് ആണെന്ന ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് ആണ്. പിന്നെ പ്രൈവറ്റ് ഇൻട്രാ ക്ലൗഡ് ഉണ്ട്. ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കിംഗ് is the most complex networking and connection challenge in cloud computing. The most challenging aspect of private cloud is the private intra-cloud networking. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് പ്രൈവറ്റ് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്കുകൾ സൈറ്റിൽ പ്ലാറ്റ്ഫോം നേടുന്നതിലൂടെയും ലിമിറ്റഡ് ആക്സസ്, അതായത് ഓതന്റിക്കേറ്റഡ് യൂസേഴ്സിന് വേണ്ടി അത് പരിമിതപ്പെടുത്തി വെച്ചിരിക്കുമായിരിക്കും. അപ്പൊ അതിലൂടെ ഏറ്റവും ഉയർന്ന സെക്യൂരിറ്റി അത് വാഗ്ദാനം ചെയ്യും. അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ആണ് പ്രൈവറ്റ് ഇൻട്രാ ക്ലൗഡ് നെറ്റ്വർക്ക്. അപ്പൊ ആ 4 നെറ്റ്വർക്കിന്റെ പേരും അതെന്താണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെ കണ്ടിരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 2 നമ്മൾ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ഹെഡിങ്ങും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്കിത് ഏത് വേണമെങ്കിലും ഈ ജൂലൈ സെക്ഷനിൽ അത് ചോദിക്കാൻ പറ്റും. എനിവേ, നെക്സ്റ്റ് യൂണിറ്റ് 3 റീസോഴ്സ് വെർച്വലൈസേഷൻ. യൂണിറ്റ് 3 നമ്മൾ മൂവ് ചെയ്യുകയാണ്. റീസോഴ്സ് വെർച്വലൈസേഷൻ. എന്താണ് വെർച്വലൈസേഷൻ എന്നൊക്കെ നമുക്ക് എന്താണ് വെർച്വൽ എൻവയോൺമെന്റ്, വെർച്വൽ പ്ലാറ്റ്ഫോം, ഇതൊക്കെ ഏകദേശം ഒരു ഐഡിയ കാണുമായിരിക്കും നിങ്ങൾക്ക് അല്ലെ? എന്താണ് വെർച്വൽ? അതായത് ടെക്നിക്ക്. നമുക്കിപ്പോ ഒരു ഡെഫിനിഷൻ എഴുതാനാണെങ്കിൽ അത് വെർച്വലൈസേഷൻ ഇസ് എ ടെക്നിക്ക് എന്നെഴുതാം. എന്താണ് ആ ടെക്നിക്ക്? ഒരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ ഒരുപാട് കസ്റ്റമേഴ്സിന് വേണ്ടി എങ്ങനെ അലോ ചെയ്ത് കൊടുക്കാം. അതായത് ഒരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസ് ആണ്, അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുക, അവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ അലോ ചെയ്ത് കൊടുക്കാം, അതിനു വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് വെർച്വലൈസേഷൻ. കാര്യം പിടി കിട്ടിയോ? അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ ആക്ച്വൽ വേർഷനേക്കാൾ അതിന്റെ വെർച്വൽ വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് വെർച്വലൈസേഷൻ എന്ന് പറയാം അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം എന്തു ആയിക്കോട്ടെ, അതിന്റെ ആക്ച്വൽ വേർഷനേക്കാളും വെർച്വൽ വേർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് വെർച്വലൈസേഷൻ എന്ന് പറയാൻ പറ്റും. അതായത് അത് സെർവറോ ഡെസ്ക്ടോപ്പോ സ്റ്റോറേജോ ഡിവൈസോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് വേണമെങ്കിലും ആകാം. അതായത് ഒരു ലോജിക്കൽ നെയിം നമ്മളിവിടെ, അതായത് ഒരു ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ലോജിക്കലി ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഒരു നെയിം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അങ്ങനെയാ പറയുന്നത്. ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആ നെയിം നമുക്ക് അതിനൊരു ഫിസിക്കൽ സ്റ്റോറേജ് കാണും. നമ്മൾ ഈ സി ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പം, ഫയൽ കൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പം, പോയിന്റർ കൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, പോയിന്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് അത് അതിന്റെ മെമ്മറി പോയി സേവ് ചെയ്യുന്ന, അഡ്രസ്സ് വെച്ച് ആക്സസ് ചെയ്യുന്ന, അവിടെ സ്പേസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്ത് പറയുന്നത് പോലെ നമ്മുടെ ലോജിക്കൽ നെയിം ആ ഫിസിക്കൽ സ്റ്റോറേജിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരു ഫിസിക്കൽ സ്റ്റോറേജ് കാണാം, ഫിസിക്കൽ സ്റ്റോറേജിന് ഒരു ലോജിക്കൽ നെയിം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു പോയിന്റർ സെറ്റ് ചെയ്യുക. നമ്മളിപ്പോ സി ലാംഗ്വേജിലാണ് പോയിന്റർ സെറ്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്, സ്റ്റാർ ആംപർസാൻഡ് സിംബലൊക്കെ ഇട്ടല്ലേ പോയിന്റർ സെറ്റ് ചെയ്യുന്നത് സി ലാംഗ്വേജിന്റെ അഡ്വാൻസ് ടോപ്പിക് പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ പോയിന്റർ സെറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പോയിന്റർ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ട് ഒരു ഡിമാൻഡ് ബേസിസിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ഓൺ ഡിമാൻഡ് ബേസിസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓൺ ഡിമാൻഡ് എന്താണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വെർച്വലൈസേഷൻ എന്ന് പറയാം. അതായത് ഒരു ടെക്നിക്കാണ്, ഒരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസിന് ഒരുപാട് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലോജിക്കൽ നെയിം അസൈൻ ചെയ്ത് കൊടുക്കണം ഈ ഫിസിക്കൽ സ്റ്റോറേജിന്. എന്നിട്ട് പോയിന്റർ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഓൺ ഡിമാൻഡ് പ്രോസസ്സിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് പഴയ സെർവർ ആർക്കിടെക്ചറിലൊക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പൊ പണ്ടത്തെ കാലത്തെ സെർവർ കൺസെപ്റ്റിലൊക്കെ ആയിരുന്നെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ആയിരുന്നു. അതായത് ഒരു സെർവറിൽ ഇപ്പൊ നമുക്ക് 32 GB ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു സെർവർ ഉണ്ട്, ഇപ്പൊ നമ്മളൊരു കമ്പനി ഉണ്ട്, ആ കമ്പനി പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ 32 GB റാം ആണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. ബട്ട് ആ ആപ്ലിക്കേഷൻ എനിക്ക് ഏകദേശം ഒരു 12 GB മതി യൂസ് ചെയ്യുന്നുള്ളൂ. 12 GB ഉള്ളൂ. ബാക്കി 20 GB അവിടെ വേസ്റ്റ് ആയി പോവുക ചെയ്യുന്നത്. അതായത് പണ്ട് അങ്ങനെയായിരുന്നു. ആ 20 GB പിന്നെ വേസ്റ്റ് ആയി പോയി. പക്ഷെ ഫിസിക്കൽ എൻവയോൺമെന്റിൽ ആ വേസ്റ്റ് ആയ GB റീയൂസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റിക്കത്തില്ല ഫിസിക്കൽ ആണെങ്കിൽ അല്ലെ? അപ്പൊ ഷെയറിങ് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല അവിടെ. അതായത് സെർവർ ആർക്കിടെക്ചർ വരുമ്പോൾ ദിസ് ഈസ് ദി ചാലഞ്ചസ് എന്താ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഫിസിക്കൽ എൻവയോൺമെന്റ് ഒരു മെയിൻ ചലഞ്ചാണ്. നമുക്ക് അത് ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റാത്ത കൺസെപ്റ്റ് വരും. പിന്നെ അതിന്റെ കോസ്റ്റും കൂടുതൽ. നമ്മളിപ്പോ 32 GB റാം ഉള്ള ഒരു സെർവർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും.
സോ വെർച്വലൈസേഷൻ കൺസെപ്റ്റ് അതോടുകൂടിയായി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എല്ലാം വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സേവ് ചെയ്ത് വെക്കും. ഏറ്റവും എക്സാമ്പിൾ ആണ് ഗൂഗിൾ ഡ്രൈവ്. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, ക്ലൗഡ് കൺസെപ്റ്റില് വെർച്വൽ ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. നമുക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏത് ഡിവൈസിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വെർച്വലൈസേഷനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല, അത് അവിടെ പറയുന്നത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് പേജിലും പറയുന്നത് അതായത് virtualization allows the creation of an abstract layer over the available system hardware elements like processor, storage, memory and different customers computing environments. പലതരത്തിലുള്ള ഒരു അബ്സ്ട്രാക്ട് ലെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്താണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ കൺസിഡർ എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് റൺസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സൈമൾട്ടേനിയസ്ലി ഹോസ്റ്റ് ഹലോ, അത് നമുക്കൊന്ന് നെറ്റ് ഡിസ്കണക്ട് ആയി പോയതായിരുന്നു. ഇപ്പൊ കേൾക്കാലോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇവിടെ കറണ്ട് പോയപ്പോ വൈഫൈ ഓഫ് ആയി പോയതാണ്. കേൾക്കാവല്ലോ എല്ലാവർക്കും? ഓക്കെ, കേൾക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്ന് പറയാം. കറണ്ട് പോയതിന്റെ ഒരു ഇതുണ്ട്. ഞാനിപ്പം വൈഫൈ ഇല്ലാത്തത് കൊണ്ട്, വൈഫൈ പോയത് കൊണ്ട് ഫോണിൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ കട്ടായി പോകും. നമുക്കൊന്ന് കട്ടായി പോവാണെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. അപ്പം കൺസിഡർ എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് റൺസ് ലിനക്സ് OS ആൻഡ് സൈമൾട്ടേനിയസ്ലി ഹോസ്റ്റ് എ വെർച്വൽ മെഷീൻ ദാറ്റ് റൺസ് ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ ലിനക്സ് OSഉം വിൻഡോസ് OSഉം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിടാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഞങ്ങളുടെയൊക്കെ ലാബുകളിലാണെങ്കിൽ ലിനക്സും അതായത് സിലബസിനകത്ത് ലിനക്സ് പഠിക്കേണ്ടവരുമുണ്ട്, വിൻഡോസ് പഠിക്കേണ്ടവരുമുണ്ട്. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തെ തന്നെ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്ത് കുറച്ച് ഭാഗത്തായ മെമ്മറി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് നമ്മൾ ലിനക്സ് വിട്ടു, ഒരു ഭാഗത്ത് വിൻഡോസ് വിട്ടു. അപ്പൊ ബൂട്ട് ചെയ്യുമ്പോഴത്തേനും ഏതിലോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് ചോദിക്കും. നമ്മളനുസരിച്ച് അപ്പാരോ അല്ലെ ഡൗൺ ആരോ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു OSലോട്ട് നമ്മൾ മൂവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ലിനക്സ് OSഉം വിൻഡോസ് OSഉം ഉണ്ടെങ്കിൽ എന്നിട്ട് വിൻഡോസ് OS റൺ ചെയ്യുന്ന ഒരു വെർച്വൽ മെഷീനെ നമ്മൾ ഹോസ്റ്റ് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് വിൻഡോസ് OSലേക്ക് അലോ ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറിലേക്ക് മാത്രമേ ആക്സസ് ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് വെർച്വൽ മെഷീനിലേക്ക് വിൻഡോസ് OSൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിലോട്ട് മാത്രമേ ആക്സസ് ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ലഭ്യമാകുന്നതിനാൽ ഹാർഡ്വെയർ വെർച്വലൈസേഷൻ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി ഏത് വെർച്വലൈസേഷൻ ടെക്നിക്സ് എന്നാണ് പറയുന്നത്. അത് ആ പാരഗ്രാഫിൽ പറയുന്നത്. അതായത് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഒരു മെയിൻ പോയിന്റ് ആണ്. എങ്ങനെ ആരാണ് ഏത് OS ആണോ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് തന്നത് അത് ആ ഒരു ഹാർഡ്വെയർ വെർച്വലൈസേഷൻ നമുക്കൊരു ഇമ്പോർട്ടന്റ് റോള് ഈ ഒരു വെർച്വൽ കൺസെപ്റ്റില് പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതായത് വെർച്വലൈസേഷൻ എന്താന്ന് നിങ്ങളെ ഒന്നൊരു ഐഡിയയിലോട്ട് നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത്. അവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? A diagrammatic representation of the virtualization environment is shown in figure. Host layer, it is a physical hardware layer. അതായത് ഏറ്റവും ബോട്ടത്തിൽ കാണുന്ന ഫിസിക്കൽ ലെയർ ആയിരിക്കും. അതിന് തൊട്ട് അപ്പായിട്ട് വെർച്വലൈസേഷൻ ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് ദി മിഡിൽ ലെയർ. ക്രിയേറ്റ് എ വെർച്വൽ എൻവയോൺമെന്റ്, വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർച്വൽ മിഡിൽ ലെയർ ഉണ്ട്. ദെൻ ഗസ്റ്റ് ലെയർ ഉണ്ട്. ഗസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദി വെർച്വലൈസേഷൻ ലെയർ. വെർച്വലൈസേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഓർത്താൽ മതി. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഈ പാരഗ്രാഫിന് ഉദ്ദേശിച്ച് പറയുന്നത് നമുക്കൊരു ഹോസ്റ്റ് മെഷീനും ഒരു വെർച്വൽ മെഷീനും കാണും. അപ്പൊ അതായത് വെർച്വൽ മെഷീൻ ഏതിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത്
ഇപ്പൊ OS ലിനക്സിലോ വിൻഡോസിലോ വരാം. അപ്പൊ വെർച്വൽ മെഷീൻ നമ്മൾ ഏതിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ നമുക്ക് ഹോസ്റ്റ് മെഷീൻ എന്നും വെർച്വൽ മെഷീനെ നമുക്ക് ഗസ്റ്റ് മെഷീൻ എന്നും പറയാൻ പറ്റും. അപ്പൊ ഈ ഹോസ്റ്റ് മെഷീന് ഹൈപ്പർവൈസർ റൺ ചെയ്യുന്ന മെഷീനാണ്. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ OSന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിൽ വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹൈപ്പർവൈസർ. ഹൈപ്പർവൈസർ ഇപ്പൊ അടുത്ത ഇത് പറയുന്നുണ്ട്. അപ്പം അതായത് ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇപ്പൊ ഇത് ഈ ഒരു നിങ്ങൾ ഇതിന്റെ ഇന്റേണലി ഇതിന്റെ ഡയഗ്രാം ഒക്കെ നമ്മൾ പക്ഷേ ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ പഠിച്ചിരുന്ന BCA പഠിച്ചിരുന്ന കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ഇത്ര പോർഷൻസ് അതായത് ഇൻപുട്ട് ചെയ്തു, പ്രോസസ് ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയുന്ന ALU കൺട്രോൾ യൂണിറ്റും ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്കറിയാം ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് എല്ലാം OSന് അറിയാം. അപ്പൊ ഹാർഡ്വെയർ കമ്പോണൻസ് എങ്ങനെ വരും. അപ്പൊ പഴയ സെർവർ ആർക്കിടെക്ചറിലാണെങ്കിൽ അതറിയാം. പക്ഷേ വെർച്വൽ മെഷീൻസ് ഹാർഡ്വെയർ ഡീറ്റെയിൽസ് എല്ലാം OSന് അറിയാൻ പറ്റും. പക്ഷേ വെർച്വൽ മെഷീൻസ് വരുമ്പോൾ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് എല്ലാം മാസ്ക് ചെയ്തിരിക്കും OSൽ നിന്ന്. പണ്ടാണെങ്കിൽ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് എല്ലാം OSന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഈ വെർച്വൽ മെഷീൻ എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോഴത്തേന് ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നിന്ന് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഈ മാസ്ക് നടത്തുന്ന ഹൈപ്പർവൈസറാണ്. അതായത് ഇതിനെ തമ്മിലോ ഹാർഡ്വെയറിനും OSനും തമ്മിൽ ഒരു ഹൈപ്പർവൈസർ നിൽക്കും. അപ്പൊ ഹൈപ്പർവൈസർ എന്ന് പറയുന്ന OSന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നോട്ട് ചെയ്തിരിക്കുക. ഹൈപ്പർവൈസർ മുന്നോട്ട് ടൈം വരുന്നുണ്ട്. ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് വെർച്വൽ മെഷീൻ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴേ ഹൈപ്പർവൈസർ എന്നുള്ള ആ ഒരു ടൈം വരുന്നുള്ളൂ. കാരണം ഇത്രയും നാളെ നമ്മളത് പഠിച്ചിട്ടില്ല, BCAക്കും പഠിക്കാൻ വഴിയില്ല. ഈ സോഫ്റ്റ്വെയർ നമുക്ക് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊരു കേണൽ കാണും, അങ്ങനെ കണക്ട് പോസിബിൾ ആകും. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്ത് അതിന് കേണൽ ഉണ്ടെന്നും ഷെല്ലുണ്ടെന്നും ഒക്കെ നമുക്കറിയാലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 2 പാർട്ടുണ്ട്, ഷെൽ ആൻഡ് കേണൽ. കേണൽ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ ആണെന്നും ഷെൽ എന്ന് പറയുന്നത് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്കറിയാം. അങ്ങനെ ഷെൽ എപ്പോഴും യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും കേണൽ എപ്പോഴും ഹാർഡ്വെയർ ആയിട്ടായിരിക്കും. അപ്പൊ അവിടെ ഈ സോഫ്റ്റ്വെയറിന് ഇങ്ങനെ നമ്മളൊരു ഹൈപ്പർവൈസർ എടുത്താൽ അവിടെയും എന്താണ് സ്വന്തമായിട്ട് കേണലുണ്ട്. അപ്പൊ കേണൽ ഉള്ളതുകൊണ്ട് ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അതാണ് ഒരു വെർച്വൽ മെഷീന്റെ കൺസെപ്റ്റുകളൊക്കെ ആദ്യമേ പറയുന്നത്. ആ പാരഗ്രാഫിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ പാരഗ്രാഫ് ഫുള്ള് റീഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കുക. വെർച്വലൈസേഷൻ എന്താണെന്ന് ബ്രീഫ് എക്സ്പ്ലനേഷൻ മനസ്സിലാക്കി വെക്കുക. ടെക്നിക്കാണെന്ന് നമുക്ക് പറയാമല്ലോ. ലോജിക്കൽ പറയാമല്ലോ, ലോജിക്കൽ ഇൻസ്റ്റൻസിന് ഒരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ ഒരുപാട് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പം നോട്ട് ചെയ്തിരിക്കുക. ഈ വെർച്വലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജൂൺ 2022 ജൂൺ 2023 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെർച്വലൈസേഷൻ. അപ്പൊ നെക്സ്റ്റ് അതാ പറയുന്നത്, അതായത് സെക്യൂരിറ്റി ആണ് ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ബൈ ദി വെർച്വലൈസേഷൻ എൻവയോൺമെന്റിൽ പറയുന്നത് അഡ്വാൻസ്മെന്റ് ഇൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നിങ്ങൾ ഏതൊരു പ്രോസസ്സിങ്ങിലോട്ട് നമ്മൾ സെക്യൂർ ആണോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്. In reality, more than one guest virtual machine runs on a single host machine, and each virtual machine different virtual applications are executed. Alle, more than one guest virtual machine runs in a single host machine. ഒരു ഹോസ്റ്റ് മെഷീനിലായിരിക്കും ഒന്നും കൂടുതൽ ഗസ്റ്റ് മെഷീൻസ് വർക്ക് ചെയ്യാൻ പറ്റും. ഓൺ ഈച്ച് വെർച്വൽ മെഷീൻ ഡിഫറെന്റ് വെർച്വൽ ആപ്ലിക്കേഷൻസ് ആർ എക്സിക്യൂട്ടർ. ഓരോ വെർച്വൽ മെഷീനിലും പല വെർച്വൽ ആപ്ലിക്കേഷൻസും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫർദർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൺ each virtual machine is isolation such that no two applications running on different virtual machines interface with each other. In this respect, virtual machine manager VMM plays an important role by managing virtual machine efficiently and providing enough security. അപ്പോൾ സെക്യൂരിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതെന്ന് ചോദിച്ചാൽ ഒരു വെർച്വൽ മെഷീൻ മാനേജർ എന്ന് പറയുന്ന ഒരു റോൾ ഉണ്ട് അവിടെ. അത് ആക്ട് ചെയ്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ ഹൈലി സെക്യൂർ ആയിരിക്കും. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സെക്യൂരിറ്റിയെ കുറിച്ച് അപ്പോൾ എഴുതാൻ പറ്റൂല്ലോ. പിന്നെ പറയുന്ന പോയിന്റ്സുകൾ പറയുന്നത് മാനേജിങ് ഓഫ് എക്സിക്യൂഷൻ. ഈ വെർച്വൽ മെഷീൻ മാനേജർ എങ്ങനെയാണ് ഇത് മാനേജിങ് ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫീച്ചേഴ്സ് ലൈക്ക് സെക്യൂരിറ്റി, ഷെയറിംഗ്, അഗ്രിഗേഷൻ, emulation and isolation are also considered to be important features of virtualization. അപ്പൊ ആ ഫീച്ചേഴ്സ് എല്ലാം ഏതി വരാം, ക്യാരക്ടറിസ്റ്റിക്സ് വരാം. സെക്യൂരിറ്റി, ഷെയറിംഗ്, അഗ്രിഗേഷൻ, emulation and isolation. The explanation of these features are as follows. നോക്കിയേ, ഫസ്റ്റ് വൺ ഷെയറിംഗ് എന്ന് പറയുന്നത് സെയിം ഹാർഡ്വെയർ റിസോഴ്സസ് ആർ ബീങ് ഷെയർഡ് ബൈ ഓൾ ഗസ്റ്റ് വെർച്വൽ മെഷീൻ. അതായത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെർച്വൽ ഗസ്റ്റ് മെഷീനും ഹോസ്റ്റ് മെഷീനും ഉണ്ടെങ്കിൽ ഈ ഹാർഡ്വെയർ റിസോഴ്സസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും.
അപ്പൊ ഷെയറിങ് പോസിബിൾ ആണെന്ന് മനസ്സിലായി. പിന്നെ അഗ്രിഗേഷൻ മീൻസ് കമ്പൈൻ ചെയ്യാൻ പറ്റും. Virtualization technology allows to combine the resource of different independent host machines and seems to guest in one virtual host. അതായത് നമുക്ക് എല്ലാത്തിനും കമ്പൈൻ ചെയ്ത് സമാഹരിച്ച് വെക്കാൻ പറ്റും. ഇത് ക്ലസ്റ്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഈസ് വൺ ഓഫ് ദി വെരി ഗുഡ് എക്സാമ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. പിന്നെ ഇമല്യൂഷൻ, വെർച്വലൈസേഷൻ എൻവയോൺമെന്റ് അലൗസ് ഡിഫറെന്റ് ഗസ്റ്റ് ആപ്ലിക്കേഷൻ റൺ ഓൺ ടോപ്പ് ഓഫ് ദി ഹോസ്റ്റ് ഫിസിക്കൽ മെഷീൻ. അതായത് അതാ പറയുന്നത്, അത് ഷെയറിംഗ് പറയുന്നതുകൊണ്ടാണ് അവിടെ നമുക്കെല്ലാം ഡിഫറെന്റ് ഗസ്റ്റ് ആപ്ലിക്കേഷൻസ് പലതിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ വെർച്വലൈസേഷൻ എൻവയോൺമെന്റ് എനേബിൾസ് ഗസ്റ്റ് വെർച്വൽ മെഷീൻസ് ടു റൺ ഇൻ എ ഐസൊലേഷൻ. അതായത് വെർച്വലൈസേഷൻ എൻവയോൺമെന്റ് ഗസ്റ്റ് വെർച്വൽ മെഷീനുകളെ ഐസൊലേഷൻ റൺ ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്നുണ്ട്. അപ്പം ദി ഗസ്റ്റ് വെർച്വൽ മെഷീൻ ആക്സസ് ദി അണ്ടർലൈൻ റിസോഴ്സസ് ത്രൂ ദി അബ്സ്ട്രാക്ട് ലെയറിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു വെച്ചാണ് സെക്യൂരിറ്റി, ഇമല്യൂഷൻ, അഗ്രിഗേഷൻ, ഐസൊലേഷൻ ആൻഡ് ഷെയറിങ്. അപ്പൊ അതും ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വലൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കാം? വെർച്വലൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് പവർ നീഡ്, ലോവർ കോസ്റ്റ്, ബെറ്റർ അവൈലബിലിറ്റി, റിസോഴ്സ് എഫിഷ്യൻസി, ഈസിയർ മാനേജ്മെന്റ്, ഫാസ്റ്റർ പ്രൊവിഷനിങ്, എഫിഷ്യന്റ് റിസോഴ്സ് മാനേജ്മെന്റ്, സിംഗിൾ പോയിന്റ് അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വലൈസേഷൻ പറയുന്നത്. അതായത് റെഡ്യൂസ് പവർ നീഡ്, റെഡ്യൂസിങ് ദി റിക്വയർമെന്റ് ഓഫ് എനർജി ഫോർ റണ്ണിങ് ആൻഡ് കൂളിംഗ് ദി ഫിസിക്കൽ മെഷീൻ. നമുക്ക് അവിടെ അതിന്റെ എത്രമാത്രം എനർജി വേണമെന്നുള്ളതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ദിസ് അലൗസ് റെഡ്യൂസ് ദ റിക്വയർമെന്റ് ഓഫ് മോർ സെർവേഴ്സ് ആൻഡ് ഹെൻസ് റെഡ്യൂസിങ് ദി റിക്വയർമെന്റ് ഓഫ് എനർജി. പിന്നെ ലോവർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ സ്പേസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കോസ്റ്റ് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 100 അല്ലെങ്കിൽ 200 സെർവർ വേണ്ടടുത്ത് 10 അല്ലെങ്കിൽ 20 ഹൈപ്പർവൈസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാൽ 100 അല്ലെങ്കിൽ 200 സെർവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സെർവറിന് എത്ര GB വെച്ച് എത്രമാത്രം അല്ലെ GB TB എത്രയാണ് അത് വെച്ച് എന്തുമാത്രം കോസ്റ്റ്ലി ആകും. അപ്പൊ അതിന് നമുക്ക് അത് ഒരു 10-20 ഹൈപ്പർവൈസർ വെച്ച് വേണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ലോവർ കോസ്റ്റ് പറയാൻ പറ്റും. പിന്നെ ബെറ്റർ അവൈലബിലിറ്റി, വെർച്വലൈസേഷൻ ടെക്നോളജി അലൗസ് ടു ഓവർകം ദി പ്രോബ്ലം ഓഫ് സഡൻ ഡൗൺ ടൈം ഡ്യൂ ടു ഹാർഡ്വെയർ ഫോൾട്ട് ഓർ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഫോൾട്ട്. അതായത് നമ്മുടെ ഒന്നെങ്കിൽ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡൗൺ ആയാലോ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് വെർച്വലൈസേഷനകത്ത് വരുന്ന പറഞ്ഞു. പിന്നെ എഫിഷ്യന്റ് ആയിരിക്കും, റിസോഴ്സ് എഫിഷ്യൻസി ആയിരിക്കും, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റർ പ്രൊവിഷനിങ് ആയിരിക്കും. ഫാസ്റ്റർ പ്രൊവിഷനിങ് എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ഹാർഡ്വെയർ ഫോർ ഈച്ച് ആപ്ലിക്കേഷൻ ഇൻ ടൈം കൺസ്യൂമിങ്, റിക്വയർ മോർ സ്പേസ് ആൻഡ് കോസ്റ്റസ് ആർ മണി. അല്ലെ, ഫാസ്റ്റർ പ്രൊവിഷനിങ് ആയിരിക്കും. എഫിഷ്യന്റ് റിസോഴ്സ് മാനേജ്മെന്റ്, ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് മെയിൻ പോയിന്റുകളെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എഫിഷ്യന്റ് റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞാൽ വെർച്വലൈസേഷൻ പ്രൊവൈഡ്സ് ബെറ്റർ കൺട്രോൾ ആൻഡ് ഫ്ലെക്സിബിലിറ്റി വെൻ കമ്പയർഡ് ടു ട്രഡീഷണൽ ആർക്കിടെക്ചർ. അല്ലെ, ട്രഡീഷണൽ പണ്ടുള്ള ആർക്കിടെക്ചറിനെ അപേക്ഷിച്ച് ഇതിന് നല്ല കൺട്രോളും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് എല്ലാം റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സിംഗിൾ പോയിന്റ് അഡ്മിനിസ്ട്രേഷൻ, ദി വെർച്വലൈസേഷൻ എൻവയോൺമെന്റ് ക്യാൻ ബി മാനേജ്ഡ് ആൻഡ് മോണിറ്റേർഡ് ത്രൂ സിംഗിൾ വെർച്വലൈസേഷൻ മാനേജ്മെന്റ് ടൂൾസ്. സിംഗിൾ വെർച്വലൈസേഷൻ മാനേജ്മെന്റ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് സിംഗിൾ പോയിന്റ് അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. അതായത് ഇവിടെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യവും ഇതൊക്കെ തന്നെയുള്ള അഡ്വാൻറ്റേജസിനകത്ത്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ആ ഒരു ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കിയേ. ഒരു വെർച്വൽ മെഷീനും ട്രഡീഷണൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഫിഗർ 4 ഡയഗ്രാം ഷോയിങ് ദി ട്രഡീഷണൽ ആൻഡ് വെർച്വൽ ആർക്കിടെക്ചർ പറയുന്നത്. ട്രഡീഷണൽ ആർക്കിടെക്ചറും വെർച്വൽ മെഷീൻസും ആകുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആർക്കിടെക്ചർ ആകുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ GB ഉള്ള സെർവറുകൾ വേണം. അപ്പം പിന്നെ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ അത്രയും വേസ്റ്റ് ആയി പോകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വെർച്വൽ മെഷീൻ ആണെങ്കിൽ വെർച്വൽ ആർക്കിടെക്ചർ ആണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഒന്നും അവിടെ വരുന്നില്ല. അതായത് ഏതൊരു മെഷീനും എടുത്താലും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ വേണം. വെർച്വൽ കൺസെപ്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടി പറയുന്നുള്ളൂ കേട്ടോ.
പിന്നെ മെഷീൻ ഓർ സെർവർ ലെവൽ വെർച്വലൈസേഷൻ. Server virtualization is a technique to divide a physical server into various small virtual servers, and each of these independent virtual servers run its own operating system. These virtual servers are also called virtual machines, and the process of creation of such virtual machines is achieved by hypervisors like Microsoft Hyper-V, Citrix Zen Server, Oracle VM ഒക്കെ ആയിരിക്കും ഏത് മെഷീൻ ഓർ സെർവർ ലെവൽ വെർച്വലൈസേഷൻ യൂസ് ചെയ്യുന്ന ഹൈപ്പർവൈസേഴ്സിനെ കുറിച്ച് പറയാം. ഹൈപ്പർവൈസർ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഹാർഡ്വെയറിന്റെ മുകളിൽ ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യും, അതിനുശേഷം മാത്രമേ വെർച്വൽ മെഷീൻ കൊടുക്കത്തുള്ളൂ. നമ്മുടെ ആയിരിക്കും OS വരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഇതിനെ കൊണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള പ്രോസസ്സ് നമുക്ക്, അതായത് ഹൈപ്പർവൈസർ, പാരാ വെർച്വലൈസേഷൻ, ഫുൾ വെർച്വലൈസേഷൻ, ഹാർഡ്വെയർ അസിസ്റ്റഡ്, അങ്ങനെ. അതായത് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, അവിടെ മെഷീൻ ഓർ സെർവർ ലെവൽ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ കൊണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹാർഡ്വെയറിന് തൊട്ട് മുകളിലായിട്ട് വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത്, ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നു. അതിന്റെ മുകളിലായിരിക്കും വെർച്വൽ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും OS വെച്ചാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ക്ലൗഡ് കൺസെപ്റ്റിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 3.6 പറയുന്നത് ഹൈപ്പർവൈസർ. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹൈപ്പർവൈസർ ക്യാൻ ബി സീൻ ഇൻ ദി എമുലേറ്റർ ഓർ സിംപ്ലി എ സോഫ്റ്റ്വെയർ ലെയർ ദാറ്റ് ക്യാൻ എഫിഷ്യന്റ്ലി കോർഡിനേറ്റ് ആൻഡ് റൺ ഇൻഡിപെൻഡന്റ് വെർച്വൽ മെഷീൻസ്. അതായത് അതും ഇത്രയും നിങ്ങൾ ഓർക്കുക. അതായത് ഒരു ഹൈപ്പർവൈസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്, അതൊരു ഫേംവെയർ ആണെന്നോട് ഓർക്കുക. ഫേംവെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, ഫേംവെയർ ഉണ്ട്. അപ്പൊ ഒരു ഫേംവെയർ ആണ് ഹൈപ്പർവൈസർ. അത് ലോ ലെവൽ പ്രോഗ്രാം ആയിട്ടാണ്, വെർച്വൽ മെഷീൻ മാനേജർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. വെർച്വലൈസേഷൻ അനുവദിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹൈപ്പർവൈസർ എന്ന് ഓർക്കുക. വെർച്വലൈസേഷന് അനുവദിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹൈപ്പർവൈസർ. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, അങ്ങനെ തന്നെ എഴുതി വെക്കാം, ജസ്റ്റ് ഒരു മീനിങ് കിട്ടാൻ. ഫിസിക്കൽ റിസോഴ്സസിനെ എമുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഹൈപ്പർവൈസേഴ്സിനെ ഒരു എമുലേറ്റർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ലെയറായി കാണാൻ കഴിയും. അതാ പാരഗ്രാഫിൽ പറയുന്നത്. ഹൈപ്പർവൈസേഴ്സ് ക്യാൻ ബി സീൻ ആസ് എമുലേറ്റർ ഓർ സിംപ്ലി എ സോഫ്റ്റ്വെയർ. അത് ഒരൊറ്റ ഫിസിക്കൽ ഹാർഡ്വെയറിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വെർച്വൽ മെഷീനുകളെ പ്രവർത്തിപ്പിക്കാനും കഴിയാൻ പറ്റും. അപ്പം ഈച്ച് വെർച്വൽ മെഷീന് ആവശ്യമായ റിസോഴ്സിലേക്ക് ഫിസിക്കൽ ആക്സസ് വരും. അപ്പൊ വെർച്വൽ മെഷീൻസ് ദെയർ ഓൺ സ്പെഷ്യൽ അഡ്രസ്സും കാണും. അങ്ങനെയായിരിക്കും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. Prior to the notation of hypervisors, most computers could only run one operating system at most, and increased reliability of service application because the entire system hardware had to handle request from a single operating system. അതായത് ഹൈപ്പർവൈസർ എന്ന ഐഡിയ വരുന്നതിന് മുന്നേ മിക്ക കമ്പ്യൂട്ടറുകൾക്കും ഒരു OS മാത്രം പ്രവർത്തിപ്പിക്കാനേ പറ്റുള്ളായിരുന്നു. അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വെർച്വൽ മെഷീൻ ഒക്കെ വരുന്നതിന് മുന്നേ, പണ്ടുള്ള ഹൈപ്പർവൈസർ എന്നുള്ള ഐഡിയ വരുന്നതിന് മുന്നേ മിക്ക കമ്പ്യൂട്ടറിൽ OS മാത്രം പ്രവർത്തിപ്പിക്കാനുള്ള കൺസെപ്റ്റേ ഉള്ളായിരുന്നു. ഇത് സെർവറുകൾക്കും ആപ്ലിക്കേഷൻസും വിശ്വസത വർദ്ധിപ്പിക്കും. കാരണം സിസ്റ്റത്തിന് ഹാർഡ്വെയറും ഒരൊറ്റ OS എന്നുള്ള റിക്വസ്റ്റും കൈമാറ്റം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അതിന് എന്തായിരിക്കും, അതിന്റെ ഒരു വിശ്വസത വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്നാൽ however, using a hypervisor minimizes the need for space, energy and maintenance. അപ്പൊ ഹൈപ്പർവൈസേഴ്സ് വന്നതോടുകൂടി നമുക്ക് സ്പേസ് കുറവ് മതി, എനർജി അതുപോലെ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. നമ്മൾ ഹാർഡ്വെയർ എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതെല്ലാം നമുക്കിത് വെബ് ആപ്ലിക്കേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുക. അപ്പം എന്തായിരിക്കും, a hypervisor is also referred to as a virtual machine monitor, and it helps to manage a virtual machine and their physical resource demand. ഇപ്പൊ 2 types of hypervisors ഉണ്ട്. ടൈപ്പ് 1 ടൈപ്പ് 2 നോട്ട് ചെയ്തോണം. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ബെയർ മെറ്റൽ, ടൈപ്പ് 2 എന്ന് പറയുന്നത് ഹോസ്റ്റഡ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടില്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ടൈം ആണ്. ടൈപ്പ് 1 ഓർ ബെയർ മെറ്റൽ ആൻഡ് ടൈപ്പ് 2 ഓർ ഹോസ്റ്റഡ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഓൾസോ ടേംഡ് ആസ് ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ. അപ്പൊ ദിസ് ടൈപ്പ് ഹൈപ്പർവൈസേഴ്സ് റൺസ് ഡയറക്ട്ലി ഓൺ ദി അണ്ടർലൈൻ ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് 1 ഹൈപ്പർവൈസർ ആണ് OS വേണ്ട. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് OS-ഉമായിട്ട് അങ്ങനെ കണക്ഷൻ വരുന്നില്ല. ഡയറക്ട്ലി പ്ലേസ് ടു ദി ഹാർഡ്വെയർ ആൻഡ് ഫിസിക്കൽ സെർവറിലോട്ടായിരിക്കും പോകുന്നത്, ഡയറക്ട്ലി കണക്ട് ടു ദി ഹാർഡ്വെയർ. ബെയർ മെറ്റൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബെയർ മെറ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പർവൈസർ ഡയറക്ട്ലി മെഷീനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പൊ ഹൈപ്പർവൈസേഴ്സ് ഫിസിക്കൽ ലെയറിന് തൊട്ട് മുകളിലുള്ളതെന്ന് അറിയാം, അതുകൊണ്ട് ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഹൈപ്പർവൈസേഴ്സ് ഒരു ലോ ലെവൽ വെർച്വൽ മെഷീൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് അത് ആ പാരഗ്രാഫിൽ ജസ്റ്റ് പറയുന്നുള്ളൂ.
കേട്ടോ. അപ്പം ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം നോക്കുക. ടൈപ്പ് 1 ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് പ്രോസും കോൺസും ഉണ്ട്, അതായത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതായത് അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫിസിക്കൽ ഹാർഡ്വെയർ അല്ലേ. ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫിസിക്കൽ ഹാർഡ്വെയറുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു എന്താ പ്രോസ് ആയിട്ട് പറയാം, അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതായത് സെക്യൂരിറ്റി ഉണ്ട്. കോൺസ് ആയിട്ട് പറയുന്നത് എന്തായിരിക്കും, ഹൈപ്പർവൈസേഴ്സ് ഫ്രീക്വന്റ്ലി റിക്വസ്റ്റ് എ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. അതായത് ഈ ടൈപ്പ് 1 ഹൈപ്പർവൈസറിന് ഒരു പ്രത്യേകിച്ച് ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വേണം. അതായത് അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ ഒരു സിസ്റ്റം വേണം. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. ഇനി ഹൈപ്പർ Hyper-V hypervisor. Hyper-V is a Microsoft designed hypervisor for use on Windows systems. It is classified as a type 1 hypervisor. പിന്നെ Citrix Sensaver, ESXi hypervisor, VSphere hypervisor. അതായത് ഹൈപ്പർവൈസർ പലതരത്തിലുള്ള ഹൈപ്പർവൈസറിന്റെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ടൈപ്പ് 1-നകത്ത് വരുന്നതാണ് Hyper-V hypervisor. സിട്രിക്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ടൈപ്പ് 1 ആയിരിക്കും. ലിനക്സിലും വിൻഡോസിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേസമയം Hyper-V ഹൈപ്പർവൈസർ ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻസ്റ്റാൾ ഓൺ വിൻഡോസ് കേട്ടോ. പിന്നെ ESXi ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ സെർവർ വിർച്വലൈസേഷൻ ഡാറ്റ സെന്റർ. ESXi എന്ന് പറയുന്ന ഹൈപ്പർവൈസർ മുമ്പൊന്ന് എന്റെ പേര് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം ടൈപ്പ് 1 ഹൈപ്പർവൈസറിൽ വരുന്ന പേരുകളാണെന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്തെ പേജിൽ അതിന്റെ ഡിഫറൻസും അതിന്റെ കമ്പാരിസൺസും ഉണ്ടെന്ന് തോന്നുന്നു. VSphere ഓർ ഹൈപ്പർവൈസറും, അത് ഇതെല്ലാം ടൈപ്പ് 1-ൽ വരുന്ന ഹൈപ്പർവൈസർ. അതായത് ഏതാണ്, ബെയർ മെറ്റൽ കൺസെപ്റ്റിൽ ആ ഒരു അപ്രോച്ചസിൽ വരുന്നതാണ്. ഇനി ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അത് ഹോസ്റ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദിസ് ഹൈപ്പർവൈസർ ഇസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് ഹാർഡ്വെയർ, ഇറ്റ് ഈസ് റണ്ണിങ് ഓൺ OS. മറ്റേത് ഹാർഡ്വെയറുമായിട്ട് കോമ്പാറ്റബിൾ ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇത് OS വേണം, യൂസ് ഓൺ OS. ഇറ്റ് റൺസ് ഓൺ എ പ്രോഗ്രാം ഓൺ എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദിസ് ടൈപ്പ് ഓഫ് ഹൈപ്പർവൈസർ takes the help of an operating system to deliver virtualization based service. അതായത് ടൈപ്പ് 1-ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈപ്പ് 2. അതായത് ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഹാർഡ്വെയറിന്റെ മുകളിൽ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഹാർഡ്വെയറായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇവിടെ ഹാർഡ്വെയറിന്റെ മുകളിൽ OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു ഹൈപ്പർവൈസർ ഉപയോഗിക്കുന്നു, എന്നിട്ട് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ടൈപ്പ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം പക്ഷെ ടൈപ്പ് 2 അങ്ങനെയല്ല, നമുക്ക് OS-ഉം കൂടെ വേണ്ടി വരും ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ. only for നമുക്കിത് എന്താണ്, ടൈപ്പ് 2 ഹൈപ്പർവൈസർ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ നോട്ട് ചെയ്തോണം, ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ടൈപ്പ് 2 ഹൈപ്പർവൈസർ. അപ്പോൾ കൂടുതലും ഫെമിലിയർ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ടൈപ്പ് 1 ആയിരിക്കും. പിന്നെ ഇൻസ്റ്റലേഷൻ ഈസി ആയിരിക്കും. അതിന്റെ പ്രോസ് പറയുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് ഇൻസ്റ്റലേഷൻ ഈസി ആയിരിക്കും. കോൺസ് പറയുന്നത് റീസോഴ്സസ് ഡയറക്റ്റ് ആക്സസ് ഇല്ല, അതുകൊണ്ട് റിക്വസ്റ്റുകളൊക്കെ ഹോസ്റ്റ് OS വഴി വേണം പോകാൻ കേട്ടോ. ഡയറക്റ്റ് ആക്സസ് ചെയ്യത്തില്ല, OS വഴി വേണമേ പോകത്തുള്ളൂ. അങ്ങനെയായിരിക്കും അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഓർക്ക് ഹൈപ്പർവൈസർ എന്താണെന്നും പിന്നെ ഹൈപ്പർവൈസറിന്റെ ടൈപ്പും. ഹൈപ്പർവൈസറിന് ഇത്ര ഓർത്താൽ മതി, അതൊരു ഫേംവെയർ ആണ്, അതായത് ഒരു സോഫ്റ്റ്വെയർ. അതായത് വെർച്വൽ മെഷീന് നമുക്ക് വെർച്വലൈസേഷൻ അനുവദിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹൈപ്പർവൈസർ എന്ന് ഓർക്കുക. അതായത് ഹാർഡ്വെയറിന്റെ മുകളിലായിരിക്കും ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്നിട്ട് അതിന്റെ മുകളിലായിരിക്കും വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അത് രണ്ട് തരത്തിലുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ്, ഫുൾ വെർച്വലൈസേഷൻ. ഫുൾ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു സൈഡ് ഹെഡിങ് കൊടുത്തിട്ടില്ല. അതായത് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ വെർച്വലൈസേഷനെ കുറിച്ച് അവിടെ പറയാൻ പോകുന്നത്. അതായത് ഫുൾ വെർച്വലൈസേഷൻ ഉണ്ട്, പാരാ വെർച്വലൈസേഷൻ ഉണ്ട്, പിന്നെ നെക്സ്റ്റ് ഹാർഡ്വെയർ അസിസ്റ്റഡ് വെർച്വലൈസേഷൻ ഉണ്ട്, നെറ്റ്വർക്ക്, സ്റ്റോറേജ്. അപ്പൊ ഈ ഫുൾ വെർച്വലൈസേഷൻ തൊട്ട് നമുക്ക് ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ഹെഡിങ് കൊടുത്തോണം, ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ വെർച്വലൈസേഷൻ എന്നത് ഹെഡിങ് കൊടുത്തോണം.
ഓക്കെ. ഫുൾ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞ പാരഗ്രാഫ് പറയുന്ന ഇത്രയേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്യണ്ട ഹോസ്റ്റിന്. ഹാർഡ്വെയർ ഫുള്ളായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. അതാണ് ഫുൾ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ ഹോസ്റ്റിന് നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഹാർഡ്വെയർ എപ്പോഴും ഫുള്ളായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ, ഫുൾ വെർച്വലൈസേഷൻ പറയുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് എ ബൈനറി ട്രാൻസ്ലേഷൻ ആൻഡ് ഡയറക്റ്റ് എക്സിക്യൂഷൻ യൂസ്ഡ് ടു ഹാർഡ്വെയറും സി പി യു നോൺ സെൻസിറ്റീവ് കമാൻഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞാല് അതായത് ഫുൾ വെർച്വലൈസേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബൈനറി ട്രാൻസ്ലേഷൻ അല്ലെ ഡയറക്റ്റ് എക്സിക്യൂഷൻ വേണം എന്ന് പറയുന്നത്. ബൈനറി ട്രാൻസ്ലേഷൻ ആൻഡ് ഡയറക്റ്റ് എക്സിക്യൂഷൻ വേണം എന്ന് പറഞ്ഞാൽ ഫുൾ വെർച്വലൈസേഷൻ ഹൈപ്പർവൈസറുകൾക്കായിട്ട് നമുക്ക് ഹാർഡ്വെയർ എന്തായിരിക്കും സെൻട്രൽ പ്രോസസ്സിംഗ് ആയിട്ട് ഹാർഡ്വെയറും സി പി യു എല്ലാം നോർമൽ സ്പീഡിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഏത് ഫുൾ വെർച്വലൈസേഷൻ ആണെങ്കിൽ, അതായത് ഒരു ബൈനറി ട്രാൻസ്ലേഷനും ഡയറക്റ്റ് എക്സിക്യൂഷനും ആയിരിക്കും ഫുൾ വെർച്വലൈസേഷൻ പോസിബിൾ ആകുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഫുൾ വെർച്വലൈസേഷനിൽ ഹൈപ്പർവൈസറുകൾക്കായിട്ട് ഹാർഡ്വെയർ സി പി യു എല്ലാം, ഹാർഡ്വെയർ എന്താണ് സി പി യു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അതെല്ലാം നോർമൽ സ്പീഡിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഏത് ഫുൾ ഹാർഡ്വെയർ വെർച്വലൈസേഷൻ ആണെങ്കിൽ. അതായത് ബൈനറി ട്രാൻസ്ലേഷൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. Binary translation is a method of establishing full virtualization that does not necessitate hardware virtualization. അതായത് ഹാർഡ്വെയർ വെർച്വലൈസേഷൻ ആവശ്യമില്ലാത്ത ഫുൾ വെർച്വലൈസേഷൻ സ്ഥാപിക്കുന്ന രീതിയാണ് ബൈനറി ട്രാൻസ്ലേഷൻ. ഹാർഡ്വെയർ വെർച്വലൈസേഷൻ ആവശ്യമില്ല, എന്നാൽ നമുക്ക് ഫുൾ വെർച്വലൈസേഷൻ അവിടെ വേണം. അങ്ങനെയാണ് അവിടെ ബൈനറി ട്രാൻസ്ലേഷൻ യൂസ് ചെയ്ത് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് അത് നമ്മളിപ്പോൾ അതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മളിവിടെ പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതിന് തിയറി വശമല്ലേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഫുൾ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഹോസ്റ്റിന് ഹാർഡ്വെയർ ഫുള്ളായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങ് ഗസ്റ്റ് OSഉം വെർച്വൽ മെഷീൻസും ഹാർഡ്വെയർ ആക്സസ് ചെയ്യുന്നതിന് സ്വന്തം എന്ന് കരുതിയ, അപ്പം ഒരു ഷെയർഡ് നേച്ചറിലായിരിക്കും അതൊക്കെ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ OSൽ നിന്നും ഹാർഡ്വെയറിലേക്ക് വരുന്ന റിക്വസ്റ്റ് എല്ലാം നോക്കി ഹൈപ്പർവൈസർ ആണ് നോക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ബൈനറി ട്രാൻസ്ലേഷൻ ഡയറക്റ്റ് എക്സിക്യൂഷനും വരാം. അതായത് ഹാർഡ്വെയർ സി പി യു അല്ലെങ്കിൽ നോർമൽ സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടെ അത്രയും നോട്ട് ചെയ്ത് വെക്കുക. പിന്നുള്ളത് പാരാ വെർച്വലൈസേഷൻ. പാരാ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് para virtualization, which means alongside virtualization refers to communication between guest OS and HyperOS to improve performance and efficiency. അതായത് ഗസ്റ്റ് OSനെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും, അവരുടെ ഒരു ഷെയർഡ് എൻവയോൺമെന്റ് ആയത് യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്നത് എലോങ് സൈഡ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഹാർഡ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, പകരം സോഫ്റ്റ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പം ഫുൾ വെർച്വലൈസേഷൻ എങ്ങനെയായിരുന്നു? ഹാർഡ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലെന്നാണ് ഫുൾ വെർച്വലൈസേഷൻ ടെക്നിക്ക് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പാരാ വെർച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നേ ഇല്ല, പകരം സോഫ്റ്റ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് OSനെ സിമുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. അതാണ് പാരാ വെർച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാ ഗസ്റ്റ് OSഉം നമുക്ക് അറിയാൻ പറ്റും, എന്നിട്ട് അവരുടെ ഒരു ഷെയർഡ് എൻവയോൺമെന്റ് ആണ് അത് യൂസ് ചെയ്യുന്നതെന്നാണ് പാരാ വെർച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആ പാരഗ്രാഫിൽ പറയുന്നുള്ളൂ. പിന്നെ പറയുന്ന ഹാർഡ്വെയർ അസിസ്റ്റഡ് വെർച്വലൈസേഷൻ. നെക്സ്റ്റില് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് ദി അതർ നെയിം ഫോർ ദിസ് വെർച്വലൈസേഷൻ ഈസ് നേറ്റീവ് വെർച്വലൈസേഷൻ, ആക്സിലറേറ്റഡ് വെർച്വലൈസേഷൻ, ഹാർഡ്വെയർ വെർച്വലൈസേഷൻ. ഹാർഡ്വെയർ എന്ന് പറയുന്ന വേറെ പേരാണ് നേറ്റീവ് വെർച്വലൈസേഷൻ ഓർ ആക്സിലറേറ്റഡ് വെർച്വലൈസേഷൻ. എന്ന് പറഞ്ഞാല് ഹാർഡ്വെയറിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, അതായത് വെർച്വലൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അതായത് CPU ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഹൈപ്പർവൈസേഴ്സിന് അൺമോഡിഫൈഡ് ഗസ്റ്റ് OSലേക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഹൈപ്പർവൈസേഴ്സിന്റെ ഇംപ്ലിമെന്റേഷൻ ലെസ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് മോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിനബിൾ ആയിരിക്കും. ഇന്റൽ AMD പ്രൊസസ്സറുകളൊക്കെ എല്ലാം CPU ഇൻസ്ട്രക്ഷൻസ് അല്ലേ പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മുടെ പ്രൊസസ്സറുകളുടെ പേരുകളൊക്കെ നമുക്കറിയാം. ഏതാ ഇന്റലും AMD ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇന്റൽ ആയിരിക്കും. അപ്പൊ ഓർത്താൽ മതി, ഹാർഡ്വെയർ അസിസ്റ്റഡ് വെർച്വലൈസേഷനകത്ത് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വെർച്വലൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ CPU ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അവിടെ
പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. ആ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. അപ്പൊ CP ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഹൈപ്പർവൈസേഴ്സിനെ ഒന്ന് അൺമോഡിഫൈഡ് ഗസ്റ്റ് വോയിസിലേക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ. നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിനെ വെർച്വലൈസ് ചെയ്യുക. അതെന്തിനായിരിക്കും നെറ്റ്വർക്കിനെ വെർച്വലൈസ് ചെയ്യുന്നത്? ക്യാൻ ഇംപ്രൂവ് സെക്യൂരിറ്റി, റെഡ്യൂസ് കോസ്റ്റ് എക്സെട്ര. നെറ്റ്വർക്കിനെ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് നെറ്റ്വർക്കിനെ വെർച്വലൈസ് ചെയ്യാൻ പറ്റും. അതായത് നെറ്റ്വർക്ക് റീസോഴ്സസും നെറ്റ്വർക്ക് ഫംഗ്ഷൻസും ഒരു സിംഗിൾ യൂണിറ്റിലാക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ വെർച്വൽ നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. വെർച്വൽ ലാന്, വെർച്വൽ പ്രൈവറ്റ് ലാന്, അല്ലെ ഗൂഗിൾ ക്ലൗഡ്, ആമസോൺ വെബ് സർവീസ് ഒക്കെ എക്സാമ്പിൾസാ. വെർച്വൽ ലാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ? വെർച്വൽ ലാൻ, അത് ലാൻ എന്താണെന്നറിയാം? ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളാണ് പരസ്പരം കോയാക്സിൽ കേബിളോ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിളോ യൂസ് ചെയ്തുകൊണ്ടാണ് ലാൻ കണക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ വെർച്വൽ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക ലാനിനെ. അപ്പൊ അത് ഒക്കെ ഏത് വരും? നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ വരും. അതായത് നമുക്ക് സെക്യൂരിറ്റിയും അതുപോലെ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ നമ്മൾ ഈ നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ ചെയ്യുന്നത്. പിന്നെ സ്റ്റോറേജ് വെർച്വലൈസേഷൻ ഉണ്ട്. സ്റ്റോറേജ് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് വെർച്വലൈസേഷൻ sometimes referred to as a software defined storage or virtual SAN is the process of combining different physical massive volumes of data from SANs into SANs means storage or software designed storage into virtualized storage device. അതായത് ഒരു ഫിസിക്കൽ സ്റ്റോറേജ് റിസോഴ്സസുകളെ ഒരൊറ്റ ലോജിക്കൽ പൂളായി കാണാൻ ഹോസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അനുവദിക്കുന്ന ഒരു ടെക്നിക്കായത്. അതായത് ഒരു ഫിസിക്കൽ സ്റ്റോറേജ് റിസോഴ്സസിനെ ഒരൊറ്റ ലോജിക്കൽ പൂളായി കാണുക, അതായത് റിസോഴ്സ് പൂളായി കാണാൻ പറ്റിയ ഹോസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ അനുവദിക്കുന്നതാണ് ഏത്? സ്റ്റോറേജ് വെർച്വലൈസേഷൻ. അതാണ് നമ്മുടെ ഗൂഗിൾ ക്ലൗഡും മൈക്രോസോഫ്റ്റ് അഷ്വർ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ പറയുന്നത് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ. ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ this type of virtualization may be enable any user to connect themselves through any devices having network connectivity. In this type of virtualization technique, all the information and data end users are present in the server. Thus, risk involved with respect of loss of any user data is minimum if devices are lost. എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റിനെ ഹിഡൻ ആക്കി വെച്ചിരിക്കും, ഒരു ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റിനെ. എന്നിട്ട് യൂസേഴ്സിന് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ഹിഡൻ ആക്കിയിരിക്കുന്നത്. അതായത് യൂസേഴ്സിന് വേണ്ടി ആക്സസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഇതിനെ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു ക്ലയന്റ് സെർവർ അപ്രോച്ച് ആയിരിക്കും ഏത്? ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ. അതായത് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള ഏത് ഡിവൈസിലേക്കും സ്വയം കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ പ്രാപ്തമാക്കി വെക്കുവാണ് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വലൈസേഷൻ. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ലെവൽ വെർച്വലൈസേഷൻ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ലിനക്സോ ഏത് OS വേണം, വിൻഡോസോ ഏത് വേണമെങ്കിലും വരാമല്ലോ. അപ്പൊ അതിനെ എങ്ങനെ വെർച്വലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാല് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകൾ. Operating system virtualization is a modified version of standard operating system that allows several users to access and use different applications. This entire produce should be connected into a single machine. അതായത് ഇവിടെ ഹോസ്റ്റ് ഗസ്റ്റ് എന്ന കൺസെപ്റ്റ് ഇല്ല. ഹോസ്റ്റ് ഗസ്റ്റ് എന്ന കൺസെപ്റ്റ് ഇല്ലാതെ ഹൈപ്പർവൈസേഴ്സ് യൂസ് ചെയ്യുന്നുമില്ല. അപ്പൊ വെർച്വൽ മെഷീൻസിനെ എനേബിൾ ചെയ്യുന്ന ഒരു ഫിസിക്കൽ മെഷീനിൽ OSന്റെ കേർണൽ വെച്ചുകൊണ്ടാണ് ഇവിടെ എന്തായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വലൈസേഷൻ നടക്കുന്നത്. സ്റ്റോറേജ് സിസ്റ്റം ലെവൽ വെർച്വലൈസേഷൻ അല്ലേ. അപ്പം ഗസ്റ്റ് ഹോസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ലാതെ ഹൈപ്പർവൈസേഴ്സ് യൂസ് ചെയ്യാതെ ഒരു കേർണലിന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ടായിരിക്കും ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വലൈസേഷൻ നടക്കുന്നത്. അപ്പൊ എല്ലാ വെർച്വൽ മെഷീൻസും ഈ ഒരു സിംഗിൾ കേർണൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഈ എല്ലാ വെർച്വൽ മെഷീനിലും സെയിം OS ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു സിംഗിൾ OS നമുക്ക് മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ലിനക്സ് ആകാം, വിൻഡോസ് ആകാം. ദർ ആർ 2 types ഓഫ് ലിനക്സ് വെർച്വലൈസേഷൻ ഓർ വിൻഡോസ് വെർച്വലൈസേഷൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗസ്റ്റ് ഹോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതെ ഹൈപ്പർവൈസറും ഇല്ലാതെ കേർണൽ യൂസ് ചെയ്തുകൊണ്ട് വെർച്വൽ മെഷീൻസിനെ ആക്ടിവേറ്റ് ചെയ്യുക. അതായത് സിസ്റ്റം ലെവൽ വെർച്വലൈസേഷൻ ആയിരിക്കും. അത് OSനെ ബേസ് ചെയ്തിരിക്കും. ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, ദെൻ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വെർച്വലൈസേഷൻ എല്ലാം ഒരു ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. പിന്നെ എനിക്കൊന്ന് 2 കൂടെ ഞാൻ എക്സ്ട്രാ, അതായത് ഒന്ന് ഫുള്ള്, പിന്നെ പാരാ വെർച്വലൈസേഷൻ, പിന്നെ ഏതൊക്കെയായിരുന്നു? ഹാർഡ്വെയർ അസിസ്റ്റഡ് നെറ്റ്വർക്ക് സ്റ്റോറേജ്,
പിന്നെ നെറ്റ്വർക്ക്, സ്റ്റോറേജ്, ഡെസ്ക്ടോപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് നോട്ടില് സെർവർ ഇല്ല. അപ്പൊ ആ പോയിന്റ്സ് എല്ലാം കേട്ടോ, ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ പഠിച്ചു വെച്ചോണം. കാരണം അവിടെ അങ്ങനെ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് കണ്ടില്ല, ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ വെർച്വലൈസേഷൻ. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, എങ്ങനെയൊക്കെ വെർച്വലൈസേഷൻ നടത്താം. ഫുള്ളുണ്ട്. അതായത് ഹാർഡ്വെയർ ഓറിയന്റഡ് ആയിട്ട് നടത്താം. അതായത് സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്യാതെ ഹാർഡ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നടത്താം. പിന്നെ പാര വെർച്വലൈസേഷൻ പറഞ്ഞാൽ ഹാർഡ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, സോഫ്റ്റ്വെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നടത്താം. പിന്നെ ഹാർഡ്വെയറിനെ ഇൻസ്ട്രക്ഷൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹാർഡ്വെയർ അസിസ്റ്റഡ് വെർച്വലൈസേഷൻ നടക്കാം. അതുപോലെ നെറ്റ്വർക്കിനെ, അതായത് വെർച്വൽ ലാൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ നടക്കാം സെക്യൂരിറ്റിക്ക് വേണ്ടി. പിന്നെ സ്റ്റോറേജ്, ഗൂഗിൾ ക്ലൗഡിന്റെ സ്റ്റോറേജിനൊക്കെ വേണ്ടി നമുക്ക് സ്റ്റോറേജിനെ വെർച്വലൈസേഷൻ ചെയ്യാം. പിന്നെ ഡെസ്ക്ടോപ്പിനെ വെർച്വലൈസ് ചെയ്യാം. ഡെസ്ക്ടോപ്പിനെ വെർച്വലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും അവിടെ നമുക്ക് ഏതൊരു ഡിവൈസിലോട്ടും ആക്സസ് ചെയ്യാനുള്ള കണക്ഷൻ അവിടെ പോസിബിൾ ആക്കുവാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുമ്പോൾ അവർക്ക് ഗസ്റ്റ് ഹോസ്റ്റ് കൺസെപ്റ്റ് ഇല്ലാതെ ഏതാ ഹൈപ്പർവൈസറും ഇല്ലാതെ കേർണൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പറയുന്നത് സെൻഡ് സെർവർ വേഴ്സസ് VMware. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ഒന്ന് നോക്കുക. നമ്മൾ ഇത്ര ഹൈപ്പർവൈസേഴ്സിന്റെ പേരുകളാണ് കേട്ടോ, ഹൈപ്പർവൈസേഴ്സിന്റെ പേരുകളാണത്. അത് ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. VMware സ്പീറോ ESXi ഹൈപ്പർവൈസർ. ESXi ആണ് ഒരു ഹൈപ്പർവൈസറിന്റെ പേരാന്ന് പറഞ്ഞില്ല. അതുപോലെ സിട്രിക്സും ഒരു ഹൈപ്പർവൈസർ ആണല്ലോ. അപ്പൊ നമ്മൾ ഡിഫറൻസ് എന്താന്ന് പറയാം. നമ്മൾ രണ്ട് പേപ്പറിനപ്പുറത്ത് നമ്മൾ ഇത് ടൈപ്പ് ഓഫ് ഹൈപ്പർവൈസറിന് എക്സാമ്പിൾ ടൈപ്പ് 1 പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പറയുന്നുണ്ട്. VMware is generally used in small and mid-sized business. കേട്ടോ, VMware ഒരു സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് റിക്വയർസ് എ പ്രൊപ്രൈറ്ററി ലൈസൻസ് ആൻഡ് പ്രൊവൈഡഡ് പെർ processor basis. Citrix sends a virtualization platform that is utilized by individuals as well as small and medium business. ഓരോരുത്തർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം ഇതിലും വെർച്വലൈസേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹൈപ്പർവൈസർ ആണ് സിട്രിക്സ് സെൻഡ് സെർവർ. മറ്റേന്ന് പറഞ്ഞാൽ മിഡ് സൈസ്ഡ് ബിസിനസ്സിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് വൺ, ഫീച്ചേഴ്സ് ലൈക്ക് ഡൈനാമിക് റിസോഴ്സ് അലോക്കേഷൻ ഈസ് സപ്പോർട്ടഡ്. VMware അല്ലെ ESXi ഹൈപ്പർവൈസറിൽ ഡൈനാമിക് റിസോഴ്സ് അലോക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിട്രിക്സിലാണെങ്കിൽ ഡൈനാമിക് അലോക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റിസോഴ്സ് അലോക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിക്വസ്റ്റിംഗും ഷെയറിങ്ങും ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ പൂൾസ് ആൻഡ് കണ്ടെയ്നേഴ്സ് അതൊക്കെ പോസിബിൾ ആക്കി വെക്കുന്നുണ്ട് ഇവിടെ ESXiൽ. സിട്രിക്സിൽ അതില്ല. പിന്നെ VMware ഹാസ് 128 വെർച്വൽ CPUs പെർ വെർച്വൽ മെഷീൻസും. ഇവിടെയാണെങ്കിൽ 32 വെർച്വൽ CPUs ആയിരിക്കും കാണുന്നത്. പിന്നെ ESXi ഹൈപ്പർവൈസർ ഉള്ളി MS-DOS ആൻഡ് ഫ്രീ BSD ആർ സപ്പോർട്ടഡ്. MS-DOS അതുപോലെ ഫ്രീ BSD OS അല്ലേ MS-DOS അല്ലേ, അവിടെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വേരിയസ് ഹോസ്റ്റ് OS സപ്പോർട്ട് ചെയ്യും. അതായത് വിൻഡോസ് NT സെർവറോ വിൻഡോസ് XPയോ ലിനക്സോ ഏതിൽ വേണമെങ്കിലും സിട്രിക്സ് വർക്ക് ചെയ്യും. പിന്നെ സപ്പോർട്ട് ഫെയിൽ ഓവർ ആൻഡ് ലൈവ് മൈഗ്രേഷൻ ഇവിടെ ESXi ഹൈപ്പർവൈസറിൽ. അതായത് എന്ന് പറഞ്ഞാൽ ഫെയിൽ ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ, അതുപോലെ ലൈവ് മൈഗ്രേഷൻ, അതായത് സ്വിച്ച് ടു സ്റ്റാൻഡ് ബൈ ഒക്കെ നമ്മൾ ആക്കാത്തില്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്റ്റാൻഡ് ബൈ മോഡിലോട്ടൊക്കെ മാറുന്നില്ലേ. അതായത് ഫെയിലർ ആകുമ്പോഴല്ലേ നമ്മളിപ്പം സ്റ്റക്കായി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ബൈയിലോട്ടൊക്കെ പോകാറില്ലേ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഹൈപ്പർവൈസറിൽ. ഫെയിലർ ആകുമ്പോൾ ഒരു സ്റ്റാൻഡ് ബൈ സിസ്റ്റത്തിലോട്ട് മാറും. അതുപോലെ ലൈവ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ആയിരിക്കും സിസ്റ്റത്തിലേക്ക് നമുക്ക് മൂവിങ് നമുക്ക് റണ്ണിങ് വെർച്വൽ മെഷീൻസ് കൊണ്ട് വെക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് സിട്രിക്സിലാണെങ്കിൽ ഫെയിൽ ഓവർ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ ലൈവ് മൈഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ദി ഗ്രാഫിക് സപ്പോർട്ട് ഈസ് നോട്ട് എക്സോസ്റ്റീവ്. അതായത് ESXi ഹൈപ്പർവൈസർ ഗ്രാഫിക് സപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മറ്റേതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ബിസിബോക്സ് ഈസ് യൂസ്ഡ് ബൈ ദി VMware സെർവർ മാനേജ്മെന്റ് സിസ്റ്റം ഫോർ മാനേജിങ് എൻവയോൺമെന്റ്. ബിസിബോക്സ് എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിരിക്കും. സ്യൂട്ട് കമ്പൈൻ യൂണിക്സ് യൂട്ടിലിറ്റീസ് ഇൻടു എ സിംഗിൾ എക്സിക്യൂട്ടീവ് ഫയൽ. അപ്പൊ അതിനെ ബിസിബോക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ESXiൽ. തൊട്ടപ്പുറത്താണെങ്കിൽ അതായത് സിട്രിക്സിലാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ല. അതായത് ബിസിബോക്സ് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സ്യൂട്ടാ. അപ്പൊ ആ ഒരു ഡിഫറൻസ് അവിടെ പഠിച്ചു വെച്ചോണം കേട്ടോ. ടേബിള് നോക്കുക.
ഓക്കെ, അപ്പൊ നമുക്ക് 3.1 വരെ മൂന്നാമത്തെ ചാപ്റ്റർ 3.1 വരെ ഒന്ന് പറഞ്ഞാൽ അതിനകത്ത് വെർച്വലൈസേഷൻ എന്താണെന്നും വെർച്വലൈസേഷന്റെ അതായത് നമുക്ക് എന്താണ് വെർച്വലൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ വന്നത്. പിന്നെ അതിനകത്ത് ഹൈപ്പർവൈസർ വന്നു, പിന്നെ പലതരത്തിലുള്ള വെർച്വലൈസേഷൻ വന്നു. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയി, ഇനി ഒരു റിപ്പീറ്റേഷൻ ഇല്ലല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് മൂവ് ചെയ്യാം. യൂണിറ്റ് 4 റിസോഴ്സ് പൂളിംഗ്, ഷെയറിംഗ് ആൻഡ് പ്രൊവിഷനിങ്. നെക്സ്റ്റ് യൂണിറ്റ് 4 എന്ന് പറയുന്ന ബ്ലോക്ക് 2 അല്ലേ? യൂണിറ്റ് 4 ബ്ലോക്ക് 2. എന്താണ് റീസോഴ്സ് പൂളിംഗ്? Resource pooling is one of the essential attributes of cloud computing technology, which separates cloud computing approach from the traditional IT approach. കേട്ടോ, റീസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിലെ ഒരു എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ആണെന്നും അത് ഒരു വിച്ച് സെപ്പറേറ്റ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അപ്രോച്ച് ഫ്രം ദി ട്രഡീഷണൽ IT അപ്രോച്ചിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പൊ റീസോഴ്സ് പൂളിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. Resource pooling is a collection of resources available by the allocation of users. All types of resource compute, network and storage can be pooled. എന്ന് പറഞ്ഞാല് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് റീസോഴ്സിനെയാണ് നമ്മൾ റീസോഴ്സ് പൂൾ എന്ന് പറയുന്നത്. യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് റീസോഴ്സസ് എന്തായിരിക്കും അത്? ഒന്നേ കമ്പ്യൂട്ടർ ആയിരിക്കാം, അല്ലെ നെറ്റ്വർക്ക് ആയിരിക്കാം, അല്ലെ സ്റ്റോറേജ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ റീസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത്. A large pool is a physical resources is maintained in cloud data centers and presented to users as virtual services. അതായത് ഫിസിക്കൽ റീസോഴ്സസിന്റെ വലിയ കളക്ഷൻ ആണ് ക്ലൗഡ് ഡാറ്റാ സെന്ററുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം വെർച്വൽ സർവീസസ് ആയിട്ട് യൂസറിന് ലഭിക്കും. ഈ അതിന്റെ ഒരു ആർക്കിടെക്ചർ നോക്കാം. ഈച്ച് പൂൾ ഓഫ് റിസോഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ സ്റ്റോറേജ് പൂൾസ്, നെറ്റ്വർക്ക് പൂൾസ്, server pools, etc. A resource pooling architecture is then built by combining these pools of resources. An automated system is needed to be established in order to ensure efficient utilization and synchronization of pools. എന്ന് പറഞ്ഞാല് ഒരു റീസോഴ്സ് പൂളിംഗ് ആർക്കിടെക്ചർ നിർമ്മിക്കുന്നതിന് ഒരു പൂളുകളുടെ എല്ലാം കമ്പൈൻ ചെയ്തായിരിക്കും. അതായത് ഈ പൂളുകളെല്ലാം ഒരു റീസോഴ്സ് പൂളിംഗ് ആർക്കിടെക്ചർ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ചോദിച്ചാൽ സ്റ്റോറേജ് പൂളും നെറ്റ്വർക്ക് പൂളും സെർവർ പൂളും എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും. അതിനൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ റിസോഴ്സസ് ആർ മജോറിറ്റി ഡിവൈഡ് ഇൻടു 3 കാറ്റഗറീസ്: സെർവർ, സ്റ്റോറേജ്, നെറ്റ്വർക്ക്. സ്റ്റോറേജ് ആൻഡ് നെറ്റ്വർക്ക് ഇസ് മെയിൻറ്റെയിൻ ഡാറ്റാ സെന്റർ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നല്ലേ. അപ്പൊ റീസോഴ്സ് പൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് റീസോഴ്സസിനെയാണ് നമ്മൾ റീസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത്. അവിടെ നെറ്റ്വർക്ക് ആകാം, കമ്പ്യൂട്ടർ ആകാം, സ്റ്റോറേജ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റിലോട്ട് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടേഷൻ റിസോഴ്സസ് അത് നമുക്ക് ഫസ്റ്റ് വൺ പറയാൻ പോകുന്നതിനകത്ത് സെർവർ അടച്ചു സെർവർ പൂൾ എന്ന് പറയുന്നത് നോക്കിയാൽ സെർവർ പൂൾ എന്താന്ന് നോക്കാം. പലതരത്തിലുള്ള പൂളുകൾ കാണുന്നില്ല പറഞ്ഞേ. അതായത് സ്റ്റോറേജ് പൂള്, നെറ്റ്വർക്ക് പൂള്, സെർവർ പൂള്, ഇതിനെല്ലാം കൂടി ആയിരിക്കുമല്ലോ ഒരു റീസോഴ്സ് പൂൾ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ സെർവർ പൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. അവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. സെർവർ പൂൾസ് ആർ കമ്പോസ്ഡ് ഓഫ് മൾട്ടിപ്പിൾ ഫിസിക്കൽ സെർവേഴ്സ് അലോങ് വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റീസ്. അതായത് നമുക്ക് OSഉം നെറ്റ്വർക്കിംഗ് എന്നിവയ്ക്കൊപ്പം ഒന്നിലധികം ഫിസിക്കൽ സെർവേഴ്സും ചേർത്താണ് സെർവർ പൂളുകൾ വരുന്നത്. OSഉം നെറ്റ്വർക്കിംഗും ഒക്കെ വരും സെർവർ പൂളിൽ. അതിന്റെ കൂടെ ഫിസിക്കൽ സെർവേഴ്സും കൂടെ ചേർത്താണ് സെർവർ പൂളുകൾ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം വെർച്വൽ മെഷീനിൽ ഈ സെർവറുകളുമായി നമുക്ക് കോൺഫിഗർ ചെയ്തിട്ട് വെർച്വൽ സെർവർ പൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് സെർവേഴ്സ്. സെർവർ പൂൾ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് സെർവേഴ്സ്. കുറെ സെർവറുകളെയാണ് നമ്മൾ സെർവർ പൂൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക്
നെറ്റ്വർക്കും OS-ഉം ഫിസിക്കൽ സെർവറും എല്ലാം കൂടെ ചേർന്നാണ് ഇതിനകത്ത് ഈ ഒരു വരുന്നത് നോക്കുക. പിന്നെ സ്റ്റോറേജ് പൂൾ ഉണ്ട്. സ്റ്റോറേജ് പൂൾ എന്ന് പറയുമ്പം അതായത് ഇതിന്റെ എല്ലാം ഒരു എന്താ resources എന്താ വരുന്നത്. സ്റ്റോറേജ് resources are one of the essential components need for improving performance, data management and protection. അതായത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത് അതിന്റെ പെർഫോമൻസ് കൂട്ടുക, അല്ലെങ്കിൽ ഡാറ്റ മാനേജ്മെന്റ്, പ്രൊട്ടക്ഷൻ എടുക്കുക, നോക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ സ്റ്റോറേജ് പൂൾസ് ആർ കമ്പോസ്ഡ് ഓഫ് ഫയൽ ബേസ്ഡ്, ബ്ലോക്ക് ബേസ്ഡ് ആൻഡ് ഒബ്ജക്ട് ബേസ്ഡ്, made up of storing devices like a disk, a tape are available to users in virtualized mode. സ്റ്റോറേജ് പൂൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ഒന്ന് ഫയൽ ബേസ്ഡ് വരാം, 2 ബ്ലോക്ക് ബേസ്ഡ് വരാം, 3 ഒബ്ജക്ട് ബേസ്ഡ് വരാം. ഫയൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നീഡഡ് ഫോർ ആപ്ലിക്കേഷൻസ് ദാറ്റ് റിക്വയർ ഫയൽ സിസ്റ്റംസ് ഓർ ഷെയറിംഗ് ഫയൽ ആക്സസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മെയിൻറ്റെയിൻ റെപ്പോസിറ്ററീസ്, ഡെവലപ്മെന്റ് ആൻഡ് യൂസർ ഫോം ഡയറക്ടറീസ്. അതായത് ഫയൽ ബേസ്ഡ് സ്റ്റോറേജ് വരാം സ്റ്റോറേജിനകത്ത്. പിന്നെ ബ്ലോക്ക് ബേസ്ഡ്, ഒരു ബ്ലോക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറേജ് വെക്കാൻ പറ്റും. അതായത് ഇറ്റ് ലോ ലാറ്റൻസി സ്റ്റോറേജ് നീഡ് ഫോർ ആപ്ലിക്കേഷൻ റിക്വയറിംഗ് ഫ്രീക്വന്റ് ആക്സസ് ലൈക്ക് ഡാറ്റാബേസ്. അതായത് നമുക്കിത് യൂസ് ചെയ്യുന്നതിന് തന്നെ ഒരു പാർട്ടീഷൻ ചെയ്ത് ഫോർമാറ്റ് ചെയ്താൽ മാത്രമേ ഒരു ബ്ലോക്കിലോട്ട് നമുക്ക് കയറ്റിവിടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒബ്ജക്ട് ബേസ്ഡ് സ്റ്റോറേജ് ഉണ്ട്. ഒബ്ജക്ട് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നീഡഡ് ഫോർ ആപ്ലിക്കേഷൻസ് ദാറ്റ് റിക്വയർ സ്കെയിലബിലിറ്റി, അൺസ്ട്രക്ചർഡ് ഡാറ്റ ആൻഡ് മെറ്റാഡാറ്റ സപ്പോർട്ട്. ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഫോർ അനലറ്റിക്സ്, ആർച്ചീവിംഗ് ഓർ ബാക്കപ്പ്. അതായത് ബാക്കപ്പിനോ ആർച്ചീവിനോ അനലൈസിസിനോ വളരെ വലിയ അളവിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ഈ മെത്തേഡ് ഒബ്ജക്റ്റ് ബേസ്ഡ് സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റോറേജ് പൂള്, സെർവറുകളുടെ ഒരു കൂട്ടമായിരിക്കും സെർവർ പൂൾ എന്ന് പറയുന്നത്. സ്റ്റോറേജ് എന്ന് പറയുന്നതിനും ഫയൽ ആകാം, ബ്ലോക്ക് ആകാം, ഒബ്ജക്റ്റ് ആകാം. ഒബ്ജക്റ്റ് പറയുന്നത് ഒബ്ജക്റ്റ് എപ്പോൾ എടുക്കാൻ പറ്റും, ബാക്കപ്പിനോ അല്ലെങ്കിൽ ആർച്ചീവിങ്ങിനോ അനലൈസിസിനോ ഒക്കെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് പൂൾ ഉണ്ട്. നെറ്റ്വർക്ക് പൂൾ എന്തായിരിക്കും, പൂൾസിലെ റീസോഴ്സസ് നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നെറ്റ്വർക്ക് പൂൾ എന്ന് പറയുന്നത്. പൂൾസിലെ റീസോഴ്സ് നമുക്ക് ഏതെങ്കിലും നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് യൂസ്ഡ് ഫോർ ലോഡ് ബാലൻസിംഗ്, ലിങ്ക് അഗ്രിഗേഷന് വേണ്ടിയിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് പൂൾസ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് നെറ്റ്വർക്ക് ഡിവൈസിലെ ഗേറ്റ് വേ, സ്വിച്ചസ്, റൗട്ടേഴ്സ് എക്സെട്ര. അപ്പൊ ഇത് അവർക്ക് നമുക്ക് നെറ്റ്വർക്ക് പൂൾസ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വരണം, ഗേറ്റ് വേ അല്ലെ സ്വിച്ച്, റൗട്ടർ, ബ്രിഡ്ജസ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് പൂള് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൂടെ പഠിക്കുക കേട്ടോ. അതായത് അതിന്റെ റിസോഴ്സ് പൂളിങ്ങിന്റെ ആർക്കിടെക്ചർ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സെർവർ പൂള്, സ്റ്റോറേജ് പൂള്, നെറ്റ്വർക്ക് പൂള്. അപ്പൊ അത് 3 ഓർത്തിരിക്കുക. ഇനി റിസോഴ്സ് എങ്ങനെ ഷെയർ ചെയ്യാം, അത് അടുത്ത് പറയുന്നത് 4.5 പറയുന്ന റിസോഴ്സ് എങ്ങനെ ഷെയർ ചെയ്യാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി മേക്സ് യൂസ് ഓഫ് റിസോഴ്സ് ഷെയറിംഗ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി പറയുന്നത് നമുക്ക് റിസോഴ്സ് ഷെയർ ചെയ്യുക, അങ്ങനെ നമ്മൾ റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ പരമാവധി കൂട്ടുക. അതിനുവേണ്ടിയാണ് ഈ റിസോഴ്സ് ഷെയർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി വന്നത്. At a time, a huge number of applications can be running over a pool, but they may be attain peak demands at the same time. അതായത് ഒരേ സമയം ഈ പൂളിൽ പല ആപ്ലിക്കേഷൻസ് കാണും, പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു പീക്ക് ഡിമാൻഡുകൾ കാണും. അതായത് hence sharing them among applications can increase average utilization of these resources. Although resources sharing offers multiple benefits like increasing utilization, reduce cost and expenditure, but also introduces challenges like assuring quality of services and performance. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഫയലുകളൊക്കെ ഷെയർ ചെയ്യുന്ന എന്തിനായിരിക്കും, യൂട്ടിലൈസേഷൻ കൂട്ടുക, കോസ്റ്റ് കുറയ്ക്കുക, ചെലവ് കുറയ്ക്കുക, ഇതിനു വേണ്ടിയൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ചലഞ്ചസ് വരാം, അതായത് അതിന്റെ ക്വാളിറ്റി ഒക്കെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഓൾസോ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ലൈക്ക് റെസ്പോൺസ് ആൻഡ് ടേൺ അറൗണ്ട് ടൈം ആൻഡ് ഡിഫിക്കൽട്ടി, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ ഇത് തീരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥകളൊക്കെ വരാൻ പറ്റും റിസോഴ്സ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഹെഡിങ് മൾട്ടി ടെനൻസി. മൾട്ടി ടെനൻസി എന്ന് കേട്ടിട്ടുണ്ടോ? സിംഗിൾ ടെനൻസി ഉണ്ട്, മൾട്ടി ടെനൻസി ഉണ്ട്. അതായത് മൾട്ടി ടെനൻസി എന്ന് പറഞ്ഞാൽ is one of the important characteristics found in public cloud. Unlike traditional single tenancy architecture, which allocates dedicated resources of users, multi-tenancy is also architecture in a single resources used to multiple tenant whose are isolated from each other. എന്ന് പറഞ്ഞാല് ഇപ്പൊ പബ്ലിക് ക്ലൗഡിൽ കാണപ്പെടുന്ന പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും മൾട്ടി ടെനൻസി. പബ്ലിക് ക്ലൗഡിൽ കാണുന്ന ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും ഒക്കെ നമ്മൾ പറയില്ല. പബ്ലിക് കാണുന്ന മൾട്ടി ടെനൻസി എന്ന് പറഞ്ഞാല് ഒരു ക്ലൗഡ് വെണ്ടറിന്റെ ഒന്നിലധികം യൂസേഴ്സിന്
ഒരു ക്ലൗഡ് വെണ്ടർ കാണും. അപ്പൊ ഒന്നിലധികം യൂസേഴ്സിന് ഒരേ കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ റീസോഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലൗഡ് യൂസേഴ്സിന് പരസ്പരം അറിയത്തില്ല. മാത്രമല്ല അവരുടെ ഡാറ്റ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മൾട്ടി ടെനൻസി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അതായത് മൾട്ടി ടെനൻസി ലീഡ്സ് ഷെയറിംഗ് ഓഫ് റിസോഴ്സ് മൾട്ടിപ്പിൾ യൂസേഴ്സ് വിത്തൗട്ട് യൂസിങ് ദി യൂസർ ബീങ് അവെയർ ഓഫ് ഇറ്റ്. അതായത് പരസ്പരം അറിയുന്നില്ല. ബട്ട് മേ ഓൾസോ റിഡ്യൂസ് ദി ചാർജസ് ഫോർ കൺസ്യൂമേഴ്സ്. അപ്പൊ ആ ഫിഗർ ഒന്ന് നോക്കി. എന്താ സിംഗിൾ ടെനൻസി ആണെങ്കിൽ ഡേറ്റാബേസിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ വഴി യൂസർ 1 എടുത്തു, അടുത്ത ഡേറ്റാബേസിന് ആപ്പ് വഴി യൂസർ 2 എടുത്തു, യൂസർ 3. പക്ഷേ എല്ലാ യൂസറും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. പക്ഷെ മൾട്ടി ടെനൻസി എന്ന് പറയുമ്പോൾ അങ്ങനല്ല. യൂസർ 1, യൂസർ 2, യൂസർ 3 ഈ 3 യൂസറും കൂടെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഒരു ഡേറ്റാബേസിൽ നിന്ന് എടുക്കുക. പക്ഷെ ഇവർക്ക് തമ്മിൽ വിത്തൗട്ട് ദി യൂസർ ബീങ് അവെയർ ഓഫ് ഇറ്റ്, അല്ലേ? അതായത് അവർക്ക് പരസ്പരം അറിയത്തില്ല ഇത് ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതാ ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ടെനൻസിയെ കുറിച്ച് നോക്കാം. There are 2 types of tenancy, single tenancy and multi tenancy. മൾട്ടി ടെനൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഓർത്താൽ മതി. അതിന് എക്സാമ്പിൾ നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാനാണ് കോർ ബാങ്കിങ് ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മളിപ്പം അതാ മൾട്ടി ടെനൻസിയുടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പൊ എല്ലാവർക്കും SBI അക്കൗണ്ട് ഉണ്ട്, അല്ലെ? മെനി പീപ്പിൾ ക്യാൻ സ്റ്റോർ മണി ഇൻ ദി സെയിം ബാങ്ക്. ഞാനിപ്പോ നിങ്ങൾ എല്ലാവരും SBIയോ SIBയിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ ഓരോ കസ്റ്റമേഴ്സിനും അസറ്റ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഒരു കസ്റ്റമേഴ്സിന് മറ്റൊരു കസ്റ്റമറിന്റെ അക്കൗണ്ട് അല്ലെ മണിയോ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആർക്കും പരസ്പരം ആരുടെയും ബാങ്ക് ബാലൻസും അറിയത്തില്ല. അതാണ് മൾട്ടി ടെനൻസി. അതായത് യൂസർ പലത് കയറി ഒരു ആപ്പ് ചെയ്തു. ഇപ്പൊ നമ്മൾ SIB അല്ലെ യോനോയുടെ ആണ് യോനോ ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ കയറുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ പോസ്റ്ററിലോട്ട് പോകുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആണെങ്കിൽ മിറർ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കയറുവാണെങ്കിൽ ആ ഒരു ആപ്പ് എത്ര യൂസറുകളിലും യൂസ് ചെയ്യുന്നില്ലേ? എന്നിട്ട് ആ ഒറ്റ ഡേറ്റാബേസിൽ ആക്സസ് ചെയ്യുന്നേ. പക്ഷെ ഇത് പരസ്പരം കോർ ബാങ്കിങ് ആയതുകൊണ്ട് നമുക്ക് എന്താ ആരുടെ അസറ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല, അല്ലെ അവരുടെ ട്രാൻസാക്ഷൻ എന്താണ് നടന്നത് എന്നറിയത്തില്ല. അതിന് നമ്മൾ ഈ മൾട്ടി ടെനൻസി എന്ന് പറയുന്നത്. ഇനി സിംഗിൾ ടെനൻസി ആണെങ്കിൽ എ സിംഗിൾ ഇൻസ്റ്റൻസ് ഇസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അലോങ് വിത്ത് ഇറ്റ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഒരു സിംഗിൾ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. ഒരു സിംഗിൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. അപ്പൊ കസ്റ്റമേഴ്സിന് അവരുടേതായ ഇൻസ്റ്റൻസും ഡേറ്റാബേസും ഉണ്ട്. അത് ഡെഡിക്കേറ്റഡ് ആണ്. ഈ സിംഗിൾ ടൈപ്പ് ഓഫ് ടെനൻസിക്ക് ഷെയറിംഗ് ഒന്നുമില്ല. അപ്പൊ അത് സെക്യൂരിറ്റി കോസ്റ്റ് കൂടുതലാണ്. സെക്യൂരിറ്റി ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള ടെനൻസിയാണ് നമ്മൾ സിംഗിൾ ടെനൻസി. അപ്പൊ ഓരോ ആപ്ലിക്കേഷനും ഓരോ യൂസറിന് കൊടുത്തുകൊണ്ട് അവരുടേതായ ഇൻസ്റ്റൻസും ഡേറ്റാബേസും ഉണ്ടാക്കി വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതിന് നമ്മൾ സിംഗിൾ ടെനൻസി എന്ന് പറയുന്നത്. ഈ ഒറാക്കിളിനൊക്കെ കേട്ടിട്ടുണ്ട്. ഒറാക്കിൾ ക്ലൗഡ് ഒക്കെ എക്സാമ്പിളാണ്. അതായത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം നെയ്ബർഹുഡ് വിത്ത് ഇൻഡിപെൻഡന്റ് ഹൗസസ്. എക്സാമ്പിൾ പറയാൻ പറ്റും. നെയ്ബർഹുഡ് നമുക്ക് അയൽപക്കം ഉണ്ട്, എന്നാൽ ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ഹൗസസ് അല്ലേ ഉള്ളത്, അല്ലെ? അയൽപക്കം ഉണ്ട്, എന്നാൽ എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വീടുകൾ, അല്ലെ? സ്വതന്ത്ര വീടുകളാണ് ഓരോ അയൽപക്കവും ഉണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ടെനൻസിയെ പറയാൻ പറ്റും. മറ്റേതാണെങ്കിലും ബാങ്കിന്റെ കാര്യം ഓർത്താൽ മതി. മൾട്ടി ടെനൻസി ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ 3 ways. എങ്ങനെയൊക്കെ മൾട്ടി ടെനൻസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? സിംഗിൾ മൾട്ടി ടെനന്റ് ഡേറ്റാബേസ്, 1 ഡേറ്റാബേസ് പെർ ടെനന്റ്, 1 ആപ്പ് ഇൻസ്റ്റൻസ് ആൻഡ് 1 ഡേറ്റാബേസ് പെർ ടെനന്റ്. അപ്പൊ അതോടെ നോക്കാം. മൾട്ടി ടെനൻസി ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ 3 ways. സിംഗിൾ മൾട്ടി ടെനന്റ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് ഫോം വേർ എ സിംഗിൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻസ് ആൻഡ് ഡേറ്റാബേസ് ഇൻസ്റ്റൻസ് ഇസ് യൂസ്ഡ് ടു ഹോസ്റ്റ് ടെനൻസ്. എന്ന് പറഞ്ഞാല് ഒരൊറ്റ ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻസും ഡേറ്റാബേസും ഉള്ളൂ കസ്റ്റമേഴ്സിനെ ഹോസ്റ്റ് ചെയ്യാൻ. ഒരൊറ്റ ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻസും ഡേറ്റാബേസും ഉള്ളൂ കസ്റ്റമേഴ്സിനെ ഹോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെനന്റ് ആണ് സിംഗിൾ മൾട്ടി ടെനന്റ് ഡേറ്റാബേസ്. ഇനി 1 ഡേറ്റാബേസ് പെർ ടെനന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് മീനിങ് കിട്ടി, അല്ലെ? It is another form where a single application instance and separate database instance are used for each tenant. എന്ന് പറയാൻ ഓരോ കസ്റ്റമേഴ്സിനും ഒരു ഡേറ്റാബേസ്, ഡേറ്റ ഐസൊലേഷൻ വേണ്ടിടത്തല്ലേ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ 1 ഡേറ്റാബേസ് പെർ ടെനന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ആപ്പ് ഇൻസ്റ്റൻസ് ആൻഡ് 1 ഡേറ്റാബേസ് പെർ ടെനന്റ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സിന് ഒരു ആപ്പും ഒരു ഡേറ്റാബേസും, ഒരു കസ്റ്റമേഴ്സിന് ഒരു ആപ്പും ഒരു ഡേറ്റാബേസും, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 ആപ്പ് ഇൻസ്റ്റൻസ് ആൻഡ് 1 ഡേറ്റാബേസ് പെർ ടെനന്റ്.
അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. മൾട്ടി ടെനൻസി ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും മൾട്ടി ടെനൻസി, ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാല്, സിംഗിൾ മൾട്ടി ടെനന്റ് ഡാറ്റാബേസ്, വൺ ഡാറ്റാബേസ് പെർ ടെനന്റ്, വൺ ആപ്പ് ഇൻസ്റ്റൻസ് ആൻഡ് വൺ ഡാറ്റാബേസ് പെർ ടെനന്റ്. അത് മൂന്ന് നോക്കുക. ടെനൻസി അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ക്ലൗഡ് സർവീസസ്. ക്ലൗഡ് സർവീസസിൽ ഈ ടെനൻസി എങ്ങനെ വരാം? അതായത് മൾട്ടി ടെനൻസി ക്യാൻ ബി applied not only in public clouds but also in private or community deployment model. Also, it can be applied in three service models: infrastructure as a service, platform as a service, software as a service. Multi-tenancy when performed in infrastructure level. അതായത് പബ്ലിക് ക്ലൗഡിൽ മാത്രമല്ല, പ്രൈവറ്റ് ക്ലൗഡിലോ കമ്മ്യൂണിറ്റി ഡിപ്ലോയ്മെന്റ് മോഡലിലോ ഏത് ഉപയോഗിക്കാൻ പറ്റും? മൾട്ടി ടെനൻസി ഉപയോഗിക്കാൻ പറ്റും. പബ്ലിക്കിൽ മാത്രമല്ല, പ്രൈവറ്റിലും കമ്മ്യൂണിറ്റി ഡിപ്ലോയ്മെന്റ് മോഡൽസിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിന് മൂന്ന് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്: IaaS, PaaS ആൻഡ് SaaS. Multi-tenancy at IaaS level can be done virtualization of resources and customer sharing the same set of resource virtually without affecting others. അതായത് വേറെ ആരെയും അത് അഫക്റ്റ് ചെയ്യാതെ നമുക്ക് വെർച്വലി കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മൾട്ടി ടെനന്റ് ആർക്കിടെക്ചർ നമുക്ക് എക്സാമ്പിൾ പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സാസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അതായത് ആമസോൺ വെബ് സർവീസോ മൈക്രോസോഫ്റ്റ് അഷറോ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമോ പ്രൊവൈഡ് സെയിം ഇൻഫ്രാസ്ട്രക്ചർ ഫോർ മൾട്ടിപ്പിൾ ഡിഫറെന്റ് യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി. അല്ലേ, ഞാനിപ്പോ ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അഷർ, ആമസോൺ വെബ് സർവീസ്, ഇതെല്ലാം മൾട്ടിപ്പിൾ ഡിഫറെന്റ് യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഇനി മൾട്ടി ടെനന്റ് പാസ് ലെവൽ, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏതായിരിക്കും? സാസ് ലെവലായിരിക്കും സോഫ്റ്റ്വെയർ. ഇനി പാസ് ലെവൽ ആണെങ്കിലോ, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണെങ്കിലോ, by running multiple applications on different various vendors over the same operating system. This removes the need for separate virtual machine allocation and leads to customers sharing operating system. It increases utilization and easy maintenance. Different vendors il ninnu multiple applications oru OS il run cheyan pattum. അതാണ് മൾട്ടി ടെനന്റ് അറ്റ് പാസ് ലെവൽ വരുന്നത്. ഏതാ പാസ്? മീൻസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അതായത് ഡിഫറെന്റ് വെൻഡേഴ്സ്, പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് വെൻഡേഴ്സ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഓരോ OS ൽ റൺ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത് വെർച്വൽ മെഷീന്റെ അലോക്കേഷൻ ഇല്ലാതാക്കുക. അപ്പൊ ഈ ഉപയോഗം കൂട്ടുകയും മെയിൻ്റെനൻസ് ഈസി ഒക്കെ ആക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി ടെനൻസി അറ്റ് സാസ് ലെവൽ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? It can be done by sharing single application instance along with the database instance. അതായത് hence a single application serves multiple customers. ഒരു സിംഗിൾ ആപ്ലിക്കേഷനൊപ്പം ഒരൊറ്റ ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻസും ഷെയർ ചെയ്യുക. അപ്പൊ സിംഗിൾ ആപ്ലിക്കേഷൻ ഒന്നിലധികം കസ്റ്റമേഴ്സിന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോഴാണ് മൾട്ടി ടെനൻസി ആയിട്ട് സാസ് ലെയർ. അതാണ് ഗൂഗിളിന്റെ ആപ്പുകളെല്ലാം അങ്ങനല്ലേ. ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ഒന്നിനും കസ്റ്റമർ സെർവ് ചെയ്യുന്നില്ല. സിംഗിൾ ആപ്പ് അല്ലേ ഗൂഗിളിന്റെ ജിമെയിൽ കയറി മെയിൽ എടുത്തു, ക്ലാസ് റൂം എടുക്കുന്നു, അല്ലെങ്കിൽ ഏത് ആപ്പ് എടുക്കുന്നു, അതെല്ലാം പല കസ്റ്റമേഴ്സിനെയല്ലേ സെർവ് ചെയ്യുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തത്. അപ്പം ഈ സിംഗിൾ ടെനൻസി, മൾട്ടി ടെനൻസി ഡിഫറെന്റ് ലെവൽസ് ഓഫ് ക്ലൗഡ് സർവീസിംഗും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ പറയുന്നത് റീസോഴ്സ് പ്രൊവിഷനിങ് ആൻഡ് അപ്രോച്ചസ്. റീസോഴ്സ് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാല് resource provisioning is the process of allocating resources to applications or customers. When the customer demand resources, they must be provisioned automatically from a shared pool of configurable resources. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസിനോ കസ്റ്റമേഴ്സിനോ റീസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീസോഴ്സ് പ്രൊവിഷനിങ്. ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനാകാം, റീസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീസോഴ്സ് പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ റീസോഴ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെ ആവശ്യപ്പെടുമ്പോൾ ഷെയർഡ് പൂളിൽ നിന്നും ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആകണം. അതായത് വെർച്വലൈസേഷൻ ഫാസ്റ്റ് ആക്കി വെച്ചാൽ മാത്രമല്ലേ അത് നടക്കത്തുള്ളൂ. അത് അവിടെ പാരഗ്രാഫിൽ പറയുന്നത്. there are 3 different types of provisioning approach. അപ്പൊ പ്രൊവിഷനിങ് എങ്ങനെയൊക്കെ ആകാം? സ്റ്റാറ്റിക്, ഡൈനാമിക്, ഹൈബ്രിഡ്. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്റ്റാറ്റിക്കിനകത്ത് once a virtual machine is created, it is expected to run without any further allocations. അതായത് വെർച്വൽ മെഷീൻ ഒരു തവണ മാത്രമേ റീസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ.
ദാറ്റ് ഈസ് യൂസേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് പിന്നീട് ചേഞ്ച് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആപ്ലിക്കേഷന് സൂട്ടബിൾ ആണ് സ്റ്റാറ്റിക് അപ്രോച്ച്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ? സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ, ഡൈനാമിക് അല്ലേ ചേഞ്ച് ചെയ്യുന്ന വെബ്സൈറ്റ്സ്. അപ്പം ഒരു തവണ മാത്രമേ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് യൂസേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാതെ പറ്റും. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സൂട്ടബിൾ ആണ് സ്റ്റാറ്റിക് അപ്രോച്ച്. പിന്നെ ഉള്ളത് ഡൈനാമിക്കിന് മുന്നേ സ്റ്റാറ്റിക്കിനെ കുറിച്ച് പിന്നെ പറയുന്നത്, ഓൾദോ ദർ ഇസ് നോ റൺ ടൈം, ഓവർ പ്രൊവിഷനിങ്ങും അണ്ടർ പ്രൊവിഷനിങ്ങും വരാന്ന് പറയുന്നുണ്ട്. ഓവർ പ്രൊവിഷൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഇറ്റ് മേ ലീഡ്, അതായത് ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് പ്രൊവിഷനിങ് റൺ ചെയ്യുമ്പോൾ ഓവർഹെഡ് ഇല്ലെങ്കിലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ചേഞ്ചസ് വരുന്നില്ല, പക്ഷെ ഓവർഹെഡ് വരുന്നില്ലെങ്കിലും ലിമിറ്റേഷൻസ് വരാം. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പം ഫ്യൂച്ചർ വർക്ക് ലോഡിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് അത്. അപ്പൊ അവിടെ അണ്ടർ പ്രൊവിഷനിങ് അല്ലെങ്കിൽ ഓവർ പ്രൊവിഷനിങ് ഒക്കെ നടക്കും. അണ്ടർ പ്രൊവിഷനിങ് ഇസ് എ സിനാരിയോ വെൻ ആക്ച്വൽ ഡിമാൻഡ് ഓഫ് റീസോഴ്സസ് എക്സീഡ്സ് ദി അവൈലബിൾ റീസോഴ്സസ് എന്ന് പറഞ്ഞാൽ റീസോഴ്സസിന്റെ ആക്ച്വൽ ഡിമാൻഡ് അവൈലബിൾ ആയിട്ടുള്ള റീസോഴ്സസിനേക്കാളും കൂടുതലാകുമ്പോൾ ഇറ്റ് മേ ലീഡ് ടു ആപ്ലിക്കേഷൻ ഡീഗ്രഡേഷൻ. ആവശ്യത്തിന് റീസോഴ്സ് ചെയ്യുന്നത് ഈ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അണ്ടർ പ്രൊവിഷനിങ് വരാം. അതുപോലെ ഓവർ പ്രൊവിഷനിങ് വരാം. അതായത് ലാർജ് എമൗണ്ട് ഓഫ് റീസോഴ്സസ് നമുക്ക് വേണ്ടി വരുമ്പോൾ മജോറിറ്റിയും നമ്മൾ എന്ത് ചെയ്യാം, അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് വരാം. ഇത് സർവീസസിന്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അങ്ങനെ ഓവർ പ്രൊവിഷനിങ് വരാം. പിന്നെ ഉള്ളത് റൺ ടൈം ഓവർഹെഡ് വരാം. അങ്ങനെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. റൺ ടൈം ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ റീസോഴ്സസ് ആവശ്യമായി വരുമ്പോൾ അതിന് മെമ്മറി ടൈമും പ്രോസസ്സിങ്ങും പവറും എല്ലാം വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് റൺ ടൈം ഓവർഹെഡ് വരാം. അത് ആ ഫിഗർ വെച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് നമ്മളിപ്പോ പറഞ്ഞത് പ്രൊവിഷനിങ് എടുക്കുമ്പോൾ, പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസോഴ്സ് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനോ കസ്റ്റമേഴ്സിനെയോ റീസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പൊ ഞാനൊരു കസ്റ്റമർ ആണ്, എനിക്കൊരു റീസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് തരുന്ന പ്രോസസ്സിനെ നമുക്ക് റീസോഴ്സ് പ്രൊവിഷനിങ് പറയാൻ പറ്റും. അത് 3 തരത്തിലുണ്ട്: സ്റ്റാറ്റിക്, ഡൈനാമിക്, ഹൈബ്രിഡ്. പിന്നെ സ്റ്റാറ്റിക് ആണെങ്കിൽ വെർച്വൽ മെഷീൻ അത് ഒരു തവണ മാത്രമേ അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതായത് യൂസേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എപ്പോഴും വരുന്നില്ല. അപ്പം ആപ്ലിക്കേഷൻ അങ്ങനെ വരുമ്പം നമുക്ക് അണ്ടർ പ്രൊവിഷനിങ് വരാം, ഓവർ പ്രൊവിഷനിങ് വരാം, റൺ ടൈം ഓവർഹെഡ് വരാം. അണ്ടർ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ റീസോഴ്സസിന്റെ ആക്ച്വൽ ഡിമാൻഡ് അവൈലബിൾ ആയിട്ടുള്ള റീസോഴ്സിനെക്കാളും കൂടുതലാകുമ്പോൾ ഇറ്റ് മേ ലീഡ് ടു ആപ്ലിക്കേഷൻ ഡിഗ്രഡേഷൻ അല്ലെ? ആവശ്യത്തിന് റീസോഴ്സ് ചെയ്യുന്നത് പ്രോബ്ലം അവോയ്ഡ് ചെയ്തിടും. പിന്നെ ഓവർ പ്രൊവിഷനിങ് വരാം. ഓവർ പ്രൊവിഷനിങ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് റീസോഴ്സസ് റിസർവ് ചെയ്ത് വെച്ചു, എന്നിട്ട് ബട്ട് മജോറിറ്റിയും അൺയൂട്ടിലൈസ്ഡ് ആയി പോയി. അപ്പൊ ഇത് സർവീസസിന്റെ എഫിഷ്യൻസിയെ ബാധിക്കത്തില്ലേ? അതാണ് ഓവർ പ്രൊവിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൺ ടൈം ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: അഡീഷണൽ റീസോഴ്സസ് ആവശ്യമായിട്ട് വരാം, എപ്പോ വേണമെങ്കിലും വരാം. അതിനുശേഷം അതിന് വേണ്ട മെമ്മറിയും ടൈമും പ്രോസസ്സിംഗ് പവറും ഒക്കെ എല്ലാം വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് റൺ ടൈം ഓവർഹെഡ് വരാം. അതാണ് സ്റ്റാറ്റിക് അപ്രോച്ച് കൊണ്ട് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഡൈനാമിക് പ്രൊവിഷനിങ് വരാം. ഡൈനാമിക് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ ആസ് പെർ റിക്വയർമെന്റ് റീസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ് ഓർ ഡി അലോക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. അതായത് യൂസേഴ്സിന്റെ എണ്ണം ഇപ്പൊ നമുക്ക് കൂടുവാണെങ്കിൽ ഹാർഡ്വെയർ സിസ്റ്റം പ്രവർത്തിക്കുന്നത്, യൂസേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഹാർഡ്വെയർ സിസ്റ്റം അല്ലെ കൊറീസ് കൂടുമ്പോൾ ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യുവല്ലേ. അങ്ങനെ വരുമ്പോൾ ഡൈനാമിക് പ്രൊവിഷനിങ് വരാം. അതായത് അത് ചേഞ്ച് ചെയ്തുകൊണ്ട്, ഡൈനാമിക് എന്ന് പറയുന്നത് നമുക്കറിയാം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാല് സിസ്റ്റം അപ്പം ഇലാസ്റ്റിക് ആകും. ദിസ് അപ്രോച്ചസ് അലോ കസ്റ്റമേഴ്സ് ടു ബി ചാർജ്ഡ് പെർ യൂസേജ് ബേസ് ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ ഉപയോഗം വരെ യൂസേഴ്സിനെ ചാർജ് ഈടാക്കും. അതാണ് ഡൈനാമിക് പ്രൊവിഷനിങ്. അപ്പൊ അങ്ങനെയും നമുക്ക് ചേഞ്ചസ് വന്ന് ചെയ്യാൻ പറ്റും. കൊറീസ് കൂടുക, കൊറീസ് അല്ലെങ്കിൽ യൂസേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്ത് ചെയ്യണ്ടേ. അങ്ങനെ വരുമ്പോഴാണ് ഡൈനാമിക് പ്രൊവിഷനിങ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് മീൻസ് കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. Dynamic provisioning although solves the problem associated with the static approach but may lead to overhead at runtime. Hybrid approach solves the problem by combining the capabilities of static and dynamic provisioning. Static provisioning can be done in the beginning when creating a virtual machine in order to limit the complexity. അതായത് ഡൈനാമിക് അപ്രോച്ചസ് സ്റ്റാറ്റിക് അപ്രോച്ചസും ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് റൺ ടൈം ഓവർഹെഡ് വരാം.
അപ്പൊ നമ്മൾ ഹൈബ്രിഡ് അപ്രോച്ച് അപ്ലൈ ചെയ്ത് വരും. രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനിലാണ് ഇത് പറയുന്നത്. അപ്പൊ അത് ആ അപ്രോച്ച് എന്താണ് പ്രൊവിഷനിങ്, റീസോഴ്സ് പ്രൊവിഷനിങ് എന്താണ്, എനിക്കൊരു ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റീസോഴ്സ് പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് എടുക്കുന്നത്, സ്റ്റാറ്റിക് ആണോ, ഡൈനാമിക് ആണോ, ഹൈബ്രിഡ് ആണോ, അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ 4.7 ലാസ്റ്റ് പോർഷനും അതുകൂടെ ഉള്ളൂ, നമുക്ക് ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യാം. VM സൈസിങ്, അത് ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് വെർച്വൽ മെഷീൻ സൈസിങ് എന്താണ്? വെർച്വൽ മെഷീൻ സൈസിങ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് റീസോഴ്സസ് ദാറ്റ് എ വെർച്വൽ മെഷീൻ ഷുഡ് ബി അലോക്കേറ്റഡ്. അതായത് പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് റീസോഴ്സസ്, എത്രമാത്രം റീസോഴ്സസിനെ പ്രോസസ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ആ ഒരു കണക്കെടുക്കുന്നതിന് നമ്മൾ വെർച്വൽ മെഷീൻ സൈസിങ് എന്ന് പറയുന്നത്. Its objective is to make sure that VM capacity is kept proportionate to the workload. അപ്പൊ അത് വർക്ക് ലോഡിനെ ബേസ് ചെയ്തിരിക്കും. This estimation is based on various parameters specified by the customers. VM sizing is done at the beginning in case of static provisioning. In dynamic provisioning, VM size can be changed depending upon the application workload. അതും VM size എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് റീസോഴ്സസ് ദാറ്റ് എ വെർച്വൽ മെഷീൻ ഷുഡ് ബി അലോക്കേറ്റഡ്. അത് എത്രമാത്രം എമൗണ്ട് ഓഫ് റീസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കണം ഒരു മെഷീനിൽ, അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് VM സൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ VM സൈസിങ് വേണമെങ്കിൽ അത് സ്റ്റാറ്റിക് പ്രൊവിഷനിങ്ങും ആകാം, ഡൈനാമിക്കും ആകാം. ദർ ആർ 2 types ഓഫ് സൈസിങ്, ഇൻഡിവിജ്വൽ വെർച്വൽ മെഷീൻ ബേസ്ഡും ജോയിന്റ് വെർച്വൽ മെഷീൻ ബേസ്ഡും. ഇമ്പോർട്ടന്റ് ആകട്ടോ, നോട്ട് ചെയ്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായി വന്നതാണ്. ഇൻഡിവിജ്വൽ വെർച്വൽ മെഷീൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് കേസ് ഡിപ്പെൻഡിങ് അപ്പോൺ എ പ്രീവിയസ് വർക്ക് ലോഡ് പാറ്റേൺസ്, resources are allocated by virtual machine initially. Resources can be later allocated from a pool when load reaches beyond expectations. അതായത് അതിനൊരു റീച്ച് എത്തുമ്പോൾ, അല്ലെ, ലോഡ് റീച്ചസ് ബിയോണ്ട് എക്സ്പെക്ടേഷൻസ്, നമ്മളെ തുടക്കുന്നതിന് മുന്നേ എത്തുമ്പോൾ അങ്ങനെ നമുക്ക് റീസോഴ്സസിനെ പിന്നെയും അലോക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു വർക്ക് ലോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ ജോയിന്റ് വെർച്വൽ മെഷീൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ VMs ആർ ഡൺ ബൈ ദി കമ്പൈൻഡ് വേ. അതായത് ഒരു കമ്പൈൻഡ് ഫോമിലായിരിക്കും റിസോഴ്സസ് അസൈൻ ടു എ വെർച്വൽ മെഷീൻ ഇനിഷ്യലി ടു ബി റീഅസൈൻഡ് ടു അനദർ വെർച്വൽ മെഷീൻ ഹോസ്റ്റഡ് ഇൻ ദി സെയിം ഫിസിക്കൽ മെഷീൻ, ഹെൻസ് ഇറ്റ് ലീഡ്സ് ടു ഓവറോൾ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ. അതായത് തുടക്കത്തിൽ നമുക്ക് വെർച്വൽ മെഷീൻ അസൈൻ ചെയ്ത് റീസോഴ്സസ് ഫിസിക്കൽ മെഷീനുമായിട്ട് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ 2 ടൈപ്പിലുള്ള ജോയിന്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതുണ്ട്. വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ സൈസിങ് എന്താണെന്ന് ചോദിച്ചാൽ എത്രമാത്രം റീസോഴ്സിന് അതിന് വേണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുക, അതിന്റെ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സൈസിങ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് പ്രൊവിഷനിങ് വെച്ചോ ഡൈനാമിക് പ്രൊവിഷനിങ് വെച്ചോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെ 2 ബേസിലുണ്ട്, ഇൻഡിവിജ്വൽ വെർച്വൽ മെഷീൻ ബേസ്ഡും ജോയിന്റ് വെർച്വൽ മെഷീൻ ബേസ്ഡും. അത് രണ്ടും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. അപ്പം നമ്മുടെ ആ ടോപ്പിക് ഇന്ന് ഏകദേശം പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് യൂണിറ്റ് 5 സ്കെയിലിംഗ് എടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ടൈം ഏകദേശം ലിമിറ്റിൽ എത്തിയെന്ന് തോന്നുന്നു, 9:30 അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.